9, 10, 11 അധ്യായങ്ങൾ, റോമാലേഖനത്തിലെ ഈ 3 അധ്യായങ്ങളെയും ഒരു പ്രത്യേക യൂണിറ്റ് ആയിട്ടാണ് വേദശാസ്ത്രജ്ഞന്മാർ പരിഗണിച്ചിരിക്കുന്നത്. തിയോളജിക്കൽ യൂണിറ്റ് എന്ന നിലയിൽ എന്താണ് അവിടെ പ്രധാനമായും നമ്മൾ മനസ്സിലാക്കുന്നത്? 9-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് ദൈവത്തിന്റെ സർവാധികാരത്തിൽ നിന്നുള്ള തെരഞ്ഞെടുപ്പിനെ പറ്റിയാണ്. ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അവന്റെ സർവാധിപത്യത്തിലാണ്, സർവാധികാരത്തിലാണ്. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിനെ ഒരു മനുഷ്യനും ചോദ്യം ചെയ്യാൻ പറ്റാത്ത വിധം അവൻ സർവാധികാരിയായ ദൈവമാണ്. ഇസ്രായേലിനെ പറ്റിയാണ് 9-ാം അധ്യായത്തിൽ പരാമർശിക്കുന്നത്. ഇസ്രായേലിനെ ദൈവം തെരഞ്ഞെടുത്തത് തന്റെ അധികാര പരിധിയിൽ നിന്നുകൊണ്ടാണ്, തന്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ടാണ്. അല്ലാതെ ഇസ്രായേൽ ഏതെങ്കിലും പ്രവൃത്തി ചെയ്തത് കൊണ്ടോ, ഇസ്രായേലിന്റെ ഏതെങ്കിലും തരത്തിലൊരു മെറിറ്റ് കൊണ്ടോ, അവരുടെ പാരമ്പര്യം കൊണ്ടോ അല്ല അവർ തെരഞ്ഞെടുക്കപ്പെട്ടത്. അത് ദൈവത്തിന്റെ അധികാരത്തിലുള്ള തെരഞ്ഞെടുപ്പാണ്. അതിൽ പറയാനുള്ള കാരണം ഇസ്രായേലിന് പ്രത്യേകിച്ച് അഭിമാനിക്കാൻ ഒന്നുമില്ലെന്ന് സാരം. അപ്പൊ ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിനെ പറ്റിയാണ്, പ്രത്യേകിച്ച് ഇസ്രായേലിനെ തെരഞ്ഞെടുത്തതിനെ പറ്റിയാണ് 9-ാം അധ്യായം പറയുന്നതെങ്കിൽ 10-ാം അധ്യായത്തിലെ വിഷയം ആ തെരഞ്ഞെടുപ്പിനെ നിഷ്കരുണം തള്ളിക്കളഞ്ഞുകൊണ്ട് ദൈവത്തെ തള്ളിപ്പറഞ്ഞു പോയ ഇസ്രായേൽ ജനത്തിന്റെ അവസ്ഥയാണ് 10-ാം അധ്യായം വിശദീകരിക്കുന്നത്. ഒപ്പം ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിലേക്ക് ദൈവം അവരെ വിളിക്കുന്ന ദൈവിക ആഹ്വാനത്തെയും നമുക്ക് 10-ാം അധ്യായത്തിൽ കാണാം. 11-ാം അധ്യായത്തിലേക്ക് വരുമ്പോ നഷ്ടപ്പെട്ടു പോയ ഇസ്രായേലിനെ, ഇസ്രായേലിന്റെ ശേഷിപ്പിനെ ദൈവം മടക്കി കൊണ്ടുവരുന്ന, ദൈവം പുനഃസ്ഥാപിക്കുന്ന അത്ഭുതകരമായ ചിത്രമാണ് 11-ാം അധ്യായത്തിൽ പരാമർശിക്കുന്നത്. 9, 10, 11 അധ്യായങ്ങൾ ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ വളരെ പ്രധാനപ്പെട്ട മാർമികമായ ചിന്തകളാണ് നൽകുന്നത്. സഭയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോൾ ഇസ്രായേലിനെ പറ്റി പറയാൻ 3 അധ്യായങ്ങൾ മാറ്റിവെച്ചു. പ്രത്യേകമായി അവരെ പറ്റി ഒന്ന് ഊന്നി പറയാൻ 3 അധ്യായങ്ങൾ മാറ്റിവെച്ചു. എന്തിനു വേണ്ടിയാണ്? ഇസ്രായേലിനെ പറ്റി പറഞ്ഞു തരുന്ന ചില മാർമികമായ വെളിപ്പാടിലൂടെ നമ്മൾ ചില കാര്യങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട്. ഇസ്രായേലിന്റെ തെരഞ്ഞെടുപ്പ് വളരെ വിലപ്പെട്ടതായിരുന്നു, ശ്രേഷ്ഠമായിരുന്നു. അത് ദൈവത്തിന്റെ പരമാധികാരത്തിൽ നിന്നുള്ള തെരഞ്ഞെടുപ്പായിരുന്നു. പക്ഷെ ആ തെരഞ്ഞെടുപ്പിനെ ഉപേക്ഷിച്ച് നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, അവർ ജീവജലത്തിന്റെ ഉറവയാകുന്ന എന്നെ ഉപേക്ഷിച്ച് പൊട്ടക്കിണറുകൾ കുടിച്ചിരിക്കുന്നു. ദൈവത്തെ ഉപേക്ഷിച്ചു പോയ ജനതയെ പറ്റി വളരെ കൃത്യമായും പറഞ്ഞുകൊണ്ട് അവരെ തിരിച്ചു പിടിക്കുന്ന ദൈവത്തിന്റെ ഭാവി പദ്ധതിയെയും പരാമർശിച്ചുകൊണ്ട് 9, 10, 11 അധ്യായങ്ങൾ സഭയോട് പറയുന്ന ദൂത് എന്താണെന്ന് അറിയാമോ? ഇസ്രായേൽ ദൈവസന്നിധിയിൽ നിന്ന് ദൈവത്തിന്റെ വിളി കേൾക്കാതെ ഇറങ്ങിപ്പോയതിന്റെ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു, ഒരു ഗ്യാപ്പ്. ആ ഗ്യാപ്പിലാണ് ദൈവം നമ്മെ വിളിച്ചു ചേർത്തത്. സഭ എന്ന് പറയുന്ന ദൈവത്തിന്റെ അനാദി നിർണയം, ദൈവത്തിന്റെ അനാദി പദ്ധതി, ആ പദ്ധതി അനുസരിച്ച് സഭയെ ദൈവം ഇസ്രായേലിനോട് ചേർത്ത് കെട്ടാൻ, അല്ലെങ്കിൽ ഇസ്രായേലിനോട് ചേർത്ത് ബന്ധിപ്പിക്കാൻ ദൈവത്തിന് കരുണ തോന്നി, ദൈവത്തിന് കൃപ തോന്നി. ഇസ്രായേലിനെ വിളിച്ചത് ദൈവത്തിന്റെ കൃപയാൽ ആണ് എന്നതുപോലെ സഭയായി ഇസ്രായേലിന് പുറത്തുള്ള ജാതീയ സമൂഹങ്ങളായ നമ്മെ മുഴുവനും ദൈവത്തിന്റെ ആ നിത്യ പദ്ധതിയിലേക്ക് ദൈവം വിളിച്ചു ചേർത്തതും ദൈവത്തിന്റെ പരമാധികാരത്തിൽ നിന്നാണ്. ഇസ്രായേലിന് തന്റെ വിളിയുടെ പിന്നിൽ ഒരു യോഗ്യതയും പറയാനില്ലാത്തതുപോലെ സഭയായി കടന്നു വന്നിട്ടുള്ള ഇസ്രായേലിന് പുറത്തുള്ള എനിക്കും നിങ്ങൾക്കും നമ്മുടെ വിളിക്ക് പിന്നിൽ, ദൈവം നമ്മെ തെരഞ്ഞെടുത്തതിന് പിന്നിൽ നമ്മുടെ ഒരു യോഗ്യതയും നമുക്ക് പറയാനില്ല. ഈ വിളി ദൈവത്തിന്റെ കൃപയാണ്, ഇത് ദൈവത്തിന്റെ കരുണയാണ്. അപ്പോൾ ഇസ്രായേലിനെ പരാമർശിക്കാൻ കാരണം നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരും അവനെ കൈക്കൊണ്ടില്ല. അങ്ങനെ സ്വന്തത്തിലേക്ക് വന്നു. ദൈവം തന്റെ സ്വന്തം ജനമായി തെരഞ്ഞെടുത്ത ഇസ്രായേൽ ദൈവത്തെ തിരിച്ചറിയാതെ, ദൈവത്തെ ഉപേക്ഷിച്ച് കളഞ്ഞ് അവർ പിന്മാറ്റത്തിലേക്ക് പോയി. ക്രിസ്തുവിനെ ക്രൂരമായി ക്രൂശിച്ച്, അല്ലെങ്കിൽ ആ ക്രൂശുമരണത്തിന്റെ കാരണക്കാരായി മാറി അവർ ഇന്ന് ദൈവത്തിൽ നിന്ന് ബഹുഭൂരിപക്ഷം ഇസ്രായേലും അകന്നു നിൽക്കുമ്പോൾ അവരുടെ ആ അകൽച്ച
ഇസ്രായേലിന് പുറത്തുള്ള ജാതീയ സമൂഹങ്ങൾക്ക് ദൈവത്തിന്റെ നിത്യപദ്ധതിയായ സഭയിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു പ്രവേശന സാധ്യതയായി മാറി. ഈ മർമ്മമാണ് ഈ 3 അധ്യായങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. ക്രിസ്തുവിനെ അറിയുവാനും ദൈവത്തെ അറിയാനും ദൈവത്തെ ആരാധിക്കാനും ദൈവത്തിന്റെ ആ വലിയ പദ്ധതിയായ സഭയിലേക്ക് നമുക്ക് പ്രവേശിക്കാനും കഴിഞ്ഞത് ഒരർത്ഥത്തിൽ ഇസ്രായേൽ ദൈവസന്നിധിയിൽ നിന്ന് അന്യപ്പെട്ടു പോയതാണ്. സഭയോട് പറയുന്നത്, അവർ ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടു പോയത് നിങ്ങൾക്ക് അകത്തേക്ക് വരാൻ കാരണമായി. അതുകൊണ്ട് ഇസ്രായേലിനെ നോക്കി അധികം കുറ്റം പറയരുത്, ഒരു പരിധി വിട്ട് വിമർശിക്കരുത്. നിങ്ങളെ കൃപയാൽ വിളിച്ചതുപോലെ അവരെയും കൃപയാലാണ് വിളിച്ചത്. നിങ്ങളും ഒരു കാലത്ത് തള്ളപ്പെട്ടവരായിരുന്നതുപോലെ, ഒരു കാലത്ത് നിങ്ങൾ ദൈവത്തെ അവഗണിച്ചതുപോലെ ഇന്ന് ഇസ്രായേൽ ദൈവത്തെ അവഗണിച്ച് അവരുടേതായ നിലകളിൽ അവർ യാത്ര ചെയ്യുന്നു. ലോകത്തിൽ നിന്ന്, ലോകജാതികളിൽ നിന്ന് ഒരു ശേഷിപ്പെന്ന പോലെ ദൈവം നിങ്ങളെ വിളിച്ച് സഭയ്ക്കകത്തേക്ക് കൊണ്ടുവന്നതുപോലെ നാളെ ഭാവിയിൽ ഇസ്രായേൽ എന്ന് പറയുന്ന ജാതിയിൽ ഒരു ശേഷിപ്പിനെ ദൈവം നിലനിർത്തും. ഒരു ദിവസമുണ്ടെന്നുള്ള തിരിച്ചറിവ് ഈ 9, 10, 11 അധ്യായങ്ങൾ നമുക്ക് നൽകുകയാണ്. അതിനകത്ത് പ്രധാനമായി ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ചിന്ത എന്ന് പറയുന്നത്, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ ദൈവം നിർവഹിക്കുന്നു, അല്ലെങ്കിൽ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളിൽ ദൈവം വിശ്വസ്തനാണ്. മനുഷ്യൻ പരാജയപ്പെടുമ്പോഴും പലപ്പോഴും നമ്മോടുള്ള ബന്ധത്തിൽ ദൈവം തന്റെ വാഗ്ദത്തങ്ങൾ നിവൃത്തീകരിക്കുന്നത് നാം ദൈവത്തിന് മുമ്പിൽ വിശ്വസ്തരായിരുന്നത് കൊണ്ടല്ല. നമ്മൾ അവിശ്വസ്തരായി തീരുമ്പോഴും നമ്മുടെ സാഹചര്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് അവൻ പൊടിയെന്ന് ഓർത്തുകൊണ്ട് നമുക്ക് വേണ്ടി വിശ്വസ്തയോടെ ആവശ്യമുള്ളതെല്ലാം കരുതുന്ന ദൈവം. ഇന്നലെ യോനയുടെ പുസ്തകത്തിലൂടെ നമ്മൾ ചിന്തിച്ചില്ലേ? പലപ്പോഴും നമ്മൾ പൊതുവായി ചിന്തിച്ചു വിടുന്നത്, ദൈവം മത്സ്യത്തോട് കൽപ്പിച്ചു, മത്സ്യം യോനയെ വിഴുങ്ങിയെന്നാണ്. പക്ഷെ മത്സ്യത്തിന് പുറത്ത് മറ്റെന്തൊക്കെ ദൈവത്തെ അനുസരിച്ചു? ഒരു പുഴുവിനെ ദൈവം കൽപ്പിച്ചാക്കുന്നു, ഒരു ആവടക്കിനെ ദൈവം കൽപ്പിച്ചാക്കുന്നു, കിഴക്കൻ കാറ്റിനെ ദൈവം കൽപ്പിച്ചാക്കുന്നു, സമുദ്രത്തോട് ദൈവം കൽപ്പിക്കുന്നു, അല്ലെ? അങ്ങനെ യോന എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, ദൈവത്തിന്റെ പ്രവാചകൻ, ദൈവത്തിന് മുമ്പിൽ അനുസരണക്കേട് കാണിക്കുമ്പോ ഈ പ്രപഞ്ചത്തിലെ എല്ലാം, സകല സർവ പ്രപഞ്ചങ്ങളും ദൈവത്തെ അനുസരിക്കാൻ തക്കവണ്ണം ദൈവത്തിന്റെ മുൻപിൽ വിധേയപ്പെട്ടു നിൽക്കുന്ന അത്ഭുതകരമായ ചിത്രം യോനയുടെ പുസ്തകത്തിലൂടെ വരച്ചു കാണിക്കുകയാണ്. എന്നിട്ട് അവസാന ഭാഗത്ത് യോനയോട് പറയുന്നു, യോനയെ, നീ നട്ട് നനച്ചുണ്ടാക്കാത്ത, നീ അധ്വാനിക്കാതെ തന്നെ വളർന്നു വന്ന ഒരു ആവണക്ക് നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമുണ്ടെങ്കിൽ, നിനക്ക് അതിനെപ്പറ്റി പ്രയാസമുണ്ടെങ്കിൽ, 1,20,000-ലധികം പേർ നഷ്ടപ്പെട്ടു പോകുന്ന, ഉന്മൂലനം ചെയ്യപ്പെടുന്ന അവരുടെ പാപത്തെ കുറിച്ച് അവർ അനുദപിച്ചാൽ എനിക്ക് അവരോട് അനുതാപം ഉണ്ടാകേണ്ടതല്ലേ? അപ്പൊ മനുഷ്യനെ അത്രയ്ക്ക് സ്നേഹിക്കുന്ന ദൈവം, ഈ സർവ പ്രപഞ്ചത്തിലും സർവ ലോകത്തെക്കാളും ഒരു ആത്മാവിന് വില കൊടുക്കുന്ന ദൈവം മനുഷ്യനെ എത്രത്തോളം സ്നേഹിക്കുന്നു എന്നുള്ളതിന്റെ ഒരു തിരിച്ചറിവാണ്. അപ്പൊ ദൈവം നമ്മെ എത്രമാത്രം സ്നേഹിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും മനുഷ്യൻ അവിശ്വസ്തനായി പോകുമ്പോഴും മനുഷ്യനെ ചേർത്ത് പിടിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവത്തിന്റെ ഹൃദയം. നമ്മൾ വായിക്കുന്നു യോനയുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ യോനയ്ക്ക് ദൈവം ഒരു 2ാം ചാൻസ് കൊടുക്കുന്നു, അല്ലെ? ആ 2ാം ചാൻസ് ഒരർത്ഥത്തിൽ ഈ റോമാലേഖനം 9, 10, 11 അധ്യായങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാകും, ഇസ്രായേലിന് കൊടുക്കുന്ന 2ാമത്തെ ചാൻസ്. യോനയെ 2ാമതൊരു അവസരം കൊടുത്ത് വിളിക്കുന്നത് പോലെ ഇസ്രായേൽ ഇന്ന് ദൈവത്തിൽ നിന്ന് മാറി അന്യപ്പെട്ടു നിൽക്കുന്ന ഇസ്രായേലിന് ദൈവം ഒരു അവസരം കൂടെ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഇസ്രായേൽ തകർന്നുപോയി എന്ന് പറഞ്ഞ് നമ്മൾ ഒരു പരിധി വിട്ട് അവരെ പരിഹസിക്കേണ്ടതില്ല, അവരെ വിമർശിക്കേണ്ടതില്ല. അവരിലൂടെ ആണല്ലോ ക്രിസ്തു ഈ ലോകത്തിലേക്ക് ജന്മമെടുത്തത്. അവരെയാണല്ലോ ദൈവം ദൈവത്തിന്റെ നിത്യ പദ്ധതികൾക്ക് വേണ്ടി ഉപകരണമായി ഉപയോഗിച്ചത്. അവരെ ദൈവം കൈവിട്ട് കളയുകയില്ല. ഇന്ന് അല്പം കുരുത്തക്കേടുകളും പ്രശ്നവും ഒക്കെ അവിടെ കയ്യിലുണ്ട്. സാക്ഷാൽ ക്രിസ്തുവിനെ ക്രൂശിക്കാൻ തന്നെ അവർ കാരണക്കാരായി എങ്കിലും നാളെ ഒരു അവസരം കൂടെ ദൈവം അവർക്ക് കൊടുത്ത് കരുണയോടെ ദൈവം അവരെ ചേർത്ത് കൊള്ളുന്ന ഒരു ദിവസമുണ്ടെന്ന് ഒരു തിരിച്ചറിവ് നൽകുകയാണ്. 2ാമത്തെ ചിന്ത ഈ അധ്യായങ്ങൾ നമുക്ക് നൽകുന്നത്, ദൈവത്തിന്റെ രക്ഷ എന്ന് പറയുന്നത് അത് ദൈവത്തിന്റെ കൃപയാൽ സംഭവിക്കുന്നതാണ്. ദൈവത്തിന്റെ കൃപയാലാണ്, അവന്റെ സർവാധികാരത്തില് അത് സംഭവിക്കുന്നത്. നമ്മുടെ പ്രവൃത്തി കൊണ്ടല്ല, നമ്മുടെ മെറിറ്റ് കൊണ്ടല്ല, നമ്മുടെ വംശത്തിന്റെ അല്ലെങ്കിൽ മനുഷ്യ കുലത്തിന്റെ ശ്രേഷ്ഠത കൊണ്ടല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള നമ്മുടെ മേന്മ കൊണ്ടല്ല. ദൈവത്തിന്റെ കൃപയാണ് നമ്മുടെ രക്ഷയുടെ ആധാരമെന്ന് ഈ അധ്യായം ഒന്നും കൂടി ഊട്ടി ഉറപ്പിക്കുന്നുണ്ട്. അതുപോലെ 3ാമത്തെ ചിന്ത, ദൈവത്തിന്റെ പദ്ധതിയിൽ
ഇന്നിപ്പോ സഭ ജാതികളുടെ കൂട്ടമാണ് അല്ലെ. ഇന്നലെ അത് യഹൂദന്റെ മാത്രം ഒരു സമൂഹമായിരുന്നു. ഒരു കാലത്ത് ഇസ്രായേൽ വിളിച്ചു പറഞ്ഞു ദൈവം എന്താണ് നല്ലവനാണ്, അത് ഇസ്രായേലിനാണ്, അത് നിർമ്മല ഹൃദയമുള്ള ഇസ്രായേലിനാണ് ദൈവം നല്ലവൻ. അശൂരിന്റെ തലസ്ഥാനമായ നിലവേലേക്ക് ചെന്ന് അവിടെ ദൂതറിയിക്കാൻ പറഞ്ഞപ്പോൾ യോന അവസാനം പറയുന്ന ഭാഗം എന്താ? എനിക്കറിയാം, ഞാൻ അവിടെ ചെന്ന് ദൂത് പറയുമ്പോ നീ അവരോട് മനസ്സറിയും, നീ അവരെ രക്ഷിക്കും, നിനക്ക് അനുതാപം ഉണ്ടാകും. എനിക്കിത് അറിയാമായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ നിലവേലേക്ക് പോകാതെ തർശീസിലേക്ക് പോയത്. ദൈവത്തിന്റെ ഹൃദയം മനസ്സിലാക്കുക യോന. ദൈവത്തിന്റെ ഹൃദയം മനസ്സിലാക്കിയിട്ടും യോനയുടെ ഹൃദയം എന്താ? ഇസ്രായേലിന്റെ ഒരു മൊത്തത്തിലുള്ള പരിച്ഛേദമാണ് നമ്മൾ യോനയിൽ കാണുന്നത്. ഇസ്രായേലിന്റെ സ്വഭാവം, ഇസ്രായേലിന്റെ ഹൃദയത്തിനകത്തെ ജാതികളെ പറ്റിയുള്ള ചിന്തയാണ് യോനയിലൂടെ ദൈവം പ്രകടിപ്പിക്കുന്നത്. അവർ നശിച്ചു പോകട്ടെ, ജാതികൾ നശിക്കട്ടെ, അവർ ജീവനോടെ ഇരുന്നാൽ ഞങ്ങൾക്ക് സ്വസ്ഥതയില്ല, ഞങ്ങൾക്ക് സുരക്ഷിതത്വമില്ല, അവർ എന്നേക്കുമായി മുടിഞ്ഞു പോകട്ടെ. ഞാൻ അവിടെ ചെന്ന് ദൂത് പറഞ്ഞാൽ നീ അവരെ രക്ഷിക്കും, അവർ മാനസാന്തരപ്പെടും, നീ അവരെ രക്ഷിക്കും, അത് വേണ്ട, അതുകൊണ്ടാണ് ഞാൻ പോകാതിരുന്നത്. ഇത് ഇസ്രായേലിന്റെ ഒരു പ്രശ്നമാണ്. ജാതികൾ രക്ഷപ്പെടാൻ അവർ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചില്ല, അവരും തെറ്റിപ്പോയി. ജാതികൾ രക്ഷപ്പെട്ടതുമില്ല, അവരും തെറ്റിപ്പോയി. രണ്ടാമത് ജാതികളെ ദൈവം സഭയ്ക്കകത്തേക്ക് വിളിച്ചു ചേർത്തു. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, യഹൂദൻ ചിന്തിച്ചതുപോലെ നിങ്ങളും ചിന്തിക്കരുത്. ഇന്ന് പുറത്തു നിൽക്കുന്ന യഹൂദൻ അകത്ത് വരണ്ട എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട. നിങ്ങൾക്ക് അവസരം കിട്ടിയതുപോലെ നാളെ യഹൂദന് വേണ്ടിയും ദൈവം ഒരു അവസരം വെച്ചിട്ടുണ്ട്. സഭ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സമൂഹത്തിന്റെ പിതൃസ്വത്തല്ല, അത് ജാതികളെയും യഹൂദന്മാരെയും ഒരുപോലെ ചേർത്ത് പിടിക്കുന്ന ദൈവത്തിന്റെ നിത്യ പദ്ധതിയാ, ആ ദൈവത്തിന്റെ സ്നേഹച്ചങ്ങലയാ. അതിനകത്ത് സകല മനുഷ്യരും ജാതി മത വർഗ വർണ്ണ പണ്ഡിത പാവന കുലീന കുലഹീന അടിമ ഉടമ ശകദാസ ബർബരാജ് വൈകൃതങ്ങൾക്ക് അതീതമായി സകല മനുഷ്യരെയും. അപ്പൊ ഇതിനകത്ത് ജാതിയുമുണ്ട്, യഹൂദനുമുണ്ട്. ആർക്കും ആരെയും മാറ്റി നിർത്താൻ പറ്റില്ല, ആർക്കും ഒഴിവാക്കാൻ പറ്റില്ല. എല്ലാവരും ഒരു രക്തബന്ധത്തിൽപ്പെട്ടതാണ്. ആ രക്തം യേശുക്രിസ്തുവിന്റെ രക്തമാണ്. ഈ ഒരു തിരിച്ചറിവാണ് ഈ അധ്യായം നമുക്ക് നൽകുന്ന മറ്റൊരു ചിന്ത എന്ന് പറയുന്നത്. അടുത്തത് ദൈവത്തിന്റെ കരുണ, ദൈവത്തിന്റെ നീതി എന്ന് പറയുന്നത് എന്റെ നിങ്ങളുടെ ബുദ്ധിക്ക് മനസ്സിലാകാത്ത, എന്റെ നിങ്ങളുടെ അനുഭവങ്ങൾ കൊണ്ട് തെളിയിക്കാനോ ഗ്രഹിക്കാനോ പറ്റാത്തതിനും ഒരുപാട് അപ്പുറത്താണ്. ഇന്നലെ യോനയുടെ കാര്യം നമ്മൾ ചിന്തിച്ചില്ലേ? യോനയുടെ നീതി എന്ന് പറയുന്നത് വേറെ നിലയിലാണ്. ദൈവത്തിന്റെ കരുണയെ ഉൾക്കൊള്ളാൻ യോനയ്ക്ക് കഴിയുന്നില്ല. ദൈവത്തോട് ചോദ്യം ചെയ്യുകയാണ്, ഇതുകൊണ്ടാണ് ഞാൻ പോകാതിരുന്നത്. അവർ നശിക്കേണ്ടവരായിരുന്നു, അവർ ജീവിക്കാൻ അർഹതയില്ലാത്തവരാ, അവരെ രക്ഷിക്കാൻ പാടില്ലായിരുന്നു. നീ രക്ഷിക്കുമെന്ന് എനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ പോകാതിരുന്നത്. ദൈവത്തിന്റെ പ്രവാചകന് ദൈവത്തിന്റെ ഹൃദയം അറിയാൻ കഴിയുന്നില്ല, ദൈവത്തിന്റെ പ്രവാചകന് ദൈവത്തിന്റെ മനസ്സ് വായിക്കാൻ കഴിയുന്നില്ല. ദൈവത്തിന്റെ ജനമായ ഇസ്രായേലിന് തങ്ങളെ എന്തിനു വേണ്ടി തിരഞ്ഞെടുത്തു എന്ന് തിരിച്ചറിയാൻ കഴിയാതെ ജാതികളെ വകഞ്ഞു മാറ്റിയിട്ട് തങ്ങൾക്ക് മാത്രം സ്വർഗമെന്ന് പറഞ്ഞ് മുന്നോട്ട് പോയ യഹൂദ ജാതിയുടെ സ്വഭാവത്തെ ഇവിടെ വ്യക്തമാക്കിക്കൊണ്ട് പറയുന്നു. ചിലപ്പോഴെങ്കിലും ദൈവത്തിന്റെ പദ്ധതികളെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. ദൈവത്തിന്റെ കരുണ, ദൈവത്തിന്റെ കൃപ നമ്മുടെ അറിവുകൾക്കപ്പുറമാണ്, നമ്മുടെ നിലപാടുകൾക്കപ്പുറമാണ്, നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന പല സത്യങ്ങൾക്കും അപ്പുറമാണ് ദൈവത്തിന്റെ കരുണ, ദൈവത്തിന്റെ കൃപ. ഇത്രയും പറഞ്ഞു ബോധ്യപ്പെടുത്തി തന്നിട്ട് നമ്മളോട് പറയുന്നത്, ഈ കൃപയിലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്, ദൈവത്തിന്റെ ഈ കരുണയിലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. റോമാലേഖനം 1, 2, 3 അധ്യായങ്ങളിൽ നമ്മൾ എന്താ വായിച്ച് മനസ്സിലാക്കിയത്? ജാതികളും മരണയോഗ്യർ, യഹൂദരും മരണയോഗ്യർ. ആർക്കും ദൈവത്തിന്റെ മുന്നിൽ മെറിറ്റ് കൊണ്ട് രക്ഷപ്പെടാൻ പറ്റുമായിരുന്നില്ല. നീതി ദൈവത്തിന്റെ ദാനമാണ്, നീതി ദൈവത്തിന്റെ കൃപയാണ്. അതുകൊണ്ട് ആർക്കും ആരെയും പുറത്തു നിർത്താൻ പറ്റാത്ത വിധം എല്ലാവരെയും ചേർത്ത് പിടിച്ച ദൈവത്തിന്റെ കൃപയിലും ദൈവത്തിന്റെ കരുണയിലുമാണ് നമ്മൾ ആശ്രയിക്കേണ്ടത്. 9-ാം അധ്യായത്തിലേക്ക് നമുക്ക് വരാം. ആദ്യത്തെ 3 വാക്യങ്ങൾ ഒന്ന് വായിക്കാം. എനിക്ക് വലിയ ദുഃഖവും ഹൃദയത്തിൽ ഇടവിടാതെ നോവുമുണ്ട് എന്ന് എന്റെ മനസാക്ഷി എനിക്ക് പരിശുദ്ധാത്മാവിനാൽ സാക്ഷിയായിരിക്കും. ജഡപ്രകാരം എന്റെ ചർച്ചക്കാരായ എന്റെ സഹോദരന്മാർക്ക് വേണ്ടി ഞാൻ തന്നെ ക്രിസ്തുവിനോട് വേർവിട്ട് ശാപഗ്രസ്തനാകുവാൻ ഞാൻ ആഗ്രഹിക്കുമായിരുന്നു. അവർ ഇസ്രായേലിയർ. മതി. ഞാൻ ക്രിസ്തുവിൽ സത്യം പറയുന്നു, ഞാൻ പറയുന്നത് ഫോഷ്കല്ല. എനിക്ക് വലിയ ദുഃഖവും ഹൃദയത്തിൽ ഇടവിടാതെ നോവുമുണ്ട് എന്നെന്റെ മനസ്സാക്ഷി എനിക്ക് പരിശുദ്ധാത്മാവിൽ സാക്ഷിയായിരിക്കുന്നു. എന്തിനു വേണ്ടിയാ ഈ നോവ്? എന്തിനു വേണ്ടിയാ അപ്പോസ്തലന് ഈ വേദന? ഹൃദയത്തിലെ വേദന എന്താ? എന്തിനാ ഈ ദുഃഖം?
മനസാക്ഷി പരിശുദ്ധാത്മാവിൽ സാക്ഷി പറയുന്നു. എന്തിനാ? തന്റെ ജനപ്രകാരമുള്ള സഹോദരങ്ങൾ നശിക്കുകയാണ്. യഹൂദന്മാരുടെ കാര്യമായി പറയുന്ന ഇസ്രായേലിയർ ഇത്ര വലിയ വെളിപ്പാടുകൾ താനിങ്ങനെ അടുക്കടുക്കായിട്ട് പറഞ്ഞു വന്ന് കഴിഞ്ഞ ആഴ്ച നമ്മൾ 6-ാം അധ്യായമാണ് വായിച്ചത്. 7-8 അധ്യായങ്ങൾ ഇതിനു മുമ്പ് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. ന്യായപ്രമാണത്തിൽ കുടുങ്ങിക്കിടന്ന മനുഷ്യനെ അതിൽ നിന്ന് മരിക്കാൻ വേണ്ടി മാത്രം വിധിക്കുന്ന പ്രമാണത്തിൽ നിന്ന്, മനുഷ്യനെ രക്ഷിക്കാത്ത പ്രമാണത്തിൽ നിന്ന്, മരണ ശുശ്രൂഷ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട പ്രമാണത്തിൽ നിന്ന് മനുഷ്യനെ രക്ഷിച്ച് ദൈവത്തിന്റെ കൃപയാലും കരുണയാലും ദൈവത്തിന്റെ നിത്യ പദ്ധതിയുടെ ഭാഗമാക്കി മാറ്റാൻ ദൈവം ആഗ്രഹിച്ചിട്ടും ദൈവത്തിന്റെ ആ മനസ്സറിയാതെ, ഹൃദയമറിയാതെ തങ്ങളുടെ കുലത്തിലാണ്, തങ്ങളുടെ സമൂഹത്തിലാണ് സാക്ഷാൽ മശിഹ പാപപരിഹാരകൻ പിറന്നു വീണതെങ്കിൽ പോലും അത് തിരിച്ചറിയാതെ ക്രിസ്തുവിനെ തള്ളി ജീവിക്കുന്ന തന്റെ സഹോദരങ്ങളെ പറ്റിയുള്ള നോവ്, ഹൃദയത്തിന്റെ വേദന കൊണ്ട് ഞാൻ പറയുക, ജനപ്രകാരം എന്റെ ചാർച്ചക്കാരായ എന്റെ സഹോദരന്മാർക്ക് വേണ്ടി ഞാൻ തന്നെ ക്രിസ്തുവിനോട് വേറിട്ട് ശാപഗ്രസ്തനാകാൻ ആഗ്രഹിക്കാമായിരുന്നു. എന്റെ അർത്ഥം എന്താണെന്നറിയാമോ? എന്റെ നിത്യത നഷ്ടപ്പെട്ടാലും വേണ്ടില്ല, എന്റെ ഈ സമൂഹം, എന്റെ ഈ ചാർച്ചക്കാർ, എന്റെ ബന്ധുക്കളായ ഇസ്രായേലിയർ നഷ്ടപ്പെട്ടു പോകരുതായിരുന്നു. എന്നെ നരകത്തിലേക്ക് തള്ളിയിട്ടാലും കുഴപ്പമില്ല, എന്റെ സമൂഹം ഒന്ന് രക്ഷപ്പെട്ടെങ്കിൽ എത്ര നന്നായിരുന്നു. അവർക്ക് വേണ്ടി ഞാൻ ക്രിസ്തുവിനെ വേർപെട്ട് ശാപം ഏറ്റുകൊള്ളാമായിരുന്നു. എന്റെ സമൂഹം എങ്ങനെയെങ്കിലും എന്റെ ക്രിസ്തുവിനെ അറിഞ്ഞുവെങ്കിൽ മതിയായിരുന്നു. ഈ പ്രാർത്ഥന മോശയിലും കാണാം. മരുഭൂമിയിൽ വെച്ച് അവരെ തള്ളിയിട്ട് കളയുമെന്ന് പറഞ്ഞ ദൈവം കൈ ഉയർത്തി സത്യം ചെയ്തപ്പോൾ മോശ പ്രാർത്ഥിച്ചെന്താ? എന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളഞ്ഞാലും സാരമില്ല, ഈ ജനത്തെ ദൈവമേ നീ അവിടെ കൊണ്ടെത്തിക്കണം. അത് ഒരുപക്ഷെ ഭൗമികമായൊരു പ്രാർത്ഥനയായിരുന്നെങ്കിൽ പൗലോസ് പ്രാർത്ഥിക്കുന്നത് നിത്യതയ്ക്ക് വേണ്ടി ദൈവം തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ച് മാനവകുലത്തെ നിത്യതയിലേക്ക് രക്ഷിച്ചെടുത്തിട്ടും ആ തിരിച്ചറിവില്ലാതെ ലോകത്തിൽ ദൈവത്തെ കൂടാതെ തെറ്റി ഉഴലുന്ന തന്റെ ഭവനത്തെ പറ്റി, തന്റെ ചാർച്ചക്കാരെ പറ്റി ഹൃദയനൊമ്പരപ്പെടുന്ന അപ്പോസ്തലൻ. നമ്മോടുള്ള സന്ദേശം എന്താ? നമ്മോടുള്ള സന്ദേശം എന്താണ്? നൊമ്പരമുണ്ടോ നമുക്ക്? നമ്മുടെ സഹോദരങ്ങളെ കുറിച്ച്, നമ്മുടെ സ്നേഹിതരെ കുറിച്ച്, നമ്മുടെ ചാർച്ചക്കാരെ കുറിച്ച് പൗലോസിനെ പോലെ ഒന്ന് നൊമ്പരപ്പെടാൻ നമുക്കാകുന്നുണ്ടോ? പൗലോസ് പറയുന്ന വാക്ക്, ഞാൻ നരകത്തിൽ പോയാലും കുഴപ്പമില്ല, ഞാൻ ശാപഗ്രസ്തനായാലും കുഴപ്പമില്ല, ഞാൻ ക്രിസ്തുവിനോട് വേറിട്ട് പോയാലും കുഴപ്പമില്ലായിരുന്നു. എന്റെ സമൂഹം എന്റെ കർത്താവിനെ അറിഞ്ഞിരുന്നുവെങ്കിൽ, എന്റെ സമൂഹം എന്റെ ക്രിസ്തുവിന്റെ സ്നേഹത്തെ അറിഞ്ഞിരുന്നുവെങ്കിൽ. ഇതിന്റെ അർത്ഥം എന്താ? ക്രിസ്തുവിന് വേർപെട്ടു പോകാൻ പൗലോസ് ആഗ്രഹിച്ചുവെന്നാണോ? അല്ല. തന്റെ സമൂഹത്തോടുള്ള, തന്റെ ചാർച്ചക്കാരോടുള്ള അവർ നഷ്ടപ്പെട്ടു പോകുന്നതിന് തന്റെ വേദന താൻ രേഖപ്പെടുത്തുകയാണ്. ആലങ്കാരികമായി തന്റെ ആ വേദന താൻ വർണ്ണിക്കുകയാണ്, താനത് വിശദീകരിക്കുകയാണ്. ഞാൻ നഷ്ടപ്പെട്ടിട്ടാണെങ്കിലും എന്റെ സമൂഹത്തെ ക്രിസ്തുവിന് വേണ്ടി നേടാൻ എനിക്ക് കഴിഞ്ഞിരുന്നുവെങ്കിൽ ഈ വേദന ദൈവമക്കളുടെ ഹൃദയത്തിലുണ്ടാകണം. റോമാലേഖനത്തിലൂടെ ഇതുവരെ നമ്മൾ ചിന്തിച്ചത്, നമ്മൾ അർഹിക്കുന്നില്ലെങ്കിലും നമ്മുടെ മേൽ ചൊരിയപ്പെട്ട ഇത്ര വലിയ രക്ഷ, ഇത്ര മഹാരക്ഷ നമ്മൾ അർഹിക്കുന്നതായിരുന്നില്ല. പക്ഷെ നമ്മുടെ മേൽ ദൈവം കൃപാപൂർവം, തന്റെ കരുണാപൂർവം നമ്മുടെ മേൽ ചൊരിഞ്ഞു തന്നു. ഈ രക്ഷയിലേക്ക് എത്രത്തോളം നമുക്ക് നമ്മുടെ ചാർച്ചക്കാരെ കൊണ്ടുവരാൻ സാധിക്കുന്നു. അവർ നഷ്ടപ്പെടുമ്പോ, അവർ കർത്താവിനെ കൂടാതെ യാത്ര ചെയ്യുമ്പോൾ അവരെ പറ്റി നൊമ്പരപ്പെടുന്ന ഒരു ഹൃദയം പൗലോസിനെന്ന പോലെ നമുക്കും ഉണ്ടാകണമെന്ന് ഈ വേദഭാഗം നമ്മെ പ്രബോധിപ്പിക്കുകയാണ്. 5-6 വാക്യങ്ങളൊന്ന് വായിക്കാം. പിതാക്കന്മാരും അവർക്കുള്ളവർ തന്നെ ജഡപ്രകാരം ക്രിസ്തുവും അവരിൽ നിന്നല്ലോ ഉത്ഭവിച്ചത്. അവർ സർവ്വത്തിനും മീതെ ദൈവമായി എന്നേക്കും വാഴ്ത്തപ്പെട്ടവർ. 8 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. ആമേൻ. ദൈവവചനം വൃഥാവായി പോയി എന്നല്ല, ഇസ്രായേലിൽ നിന്ന് ഉത്ഭവിച്ചവർ എല്ലാം ഇസ്രായേൽ എന്നും അബ്രഹാമിന്റെ സന്തതിയാൽ എല്ലാവരും മക്കളെന്നും വരികയില്ല. ഇസ്ഹാക്കിൽ നിന്ന് ജനിക്കുന്നവർ നിന്റെ സന്തതി എന്ന് വിളിക്കപ്പെടും എന്നേ ഉള്ളൂ. അതിന്റെ അർത്ഥമോ ജഡപ്രകാരം ജനിച്ച മക്കൾ അല്ല, ദൈവത്തിന്റെ മക്കൾ. വാഗ്ദത്ത പ്രകാരം ജനിച്ച മക്കളത്രേ സന്തതി എന്ന് എണ്ണുന്നു. ഈ സമയത്തേക്ക് ഞാൻ വരും, അപ്പോൾ സാറായ്ക്ക് ഒരു മകനുണ്ടാകും എന്നല്ലോ വാഗ്ദത്ത വചനം. നോക്കിക്കേ, അതിന്റെ അർത്ഥമോ
ജഡപ്രകാരം ജനിച്ച മക്കളല്ല ദൈവത്തിന്റെ മക്കൾ, വാഗ്ദത്ത പ്രകാരം ജനിച്ച മക്കളെ അത്രേ സന്തതി എന്ന് എണ്ണുന്നു. എന്താ ഈ പറയുന്നതിന്റെ അർത്ഥം? ആദ്യത്തെ 3 വാക്യങ്ങളിൽ തന്റെ ചാർച്ചക്കാരെ പറ്റി നൊമ്പരപ്പെടുകയാണ്. രണ്ടാമത്തെ ഭാഗത്ത് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു കൊടുക്കുന്നു, ദൈവത്തിന്റെ വചനത്തിന് ഒരു മാറ്റവുമില്ല, അവന്റെ വാഗ്ദത്തങ്ങൾക്കൊരു മാറ്റവുമില്ല. ഇസ്രായേലിനോട് പറഞ്ഞു കൊടുക്കുക, നിങ്ങൾ ഇന്ന് തള്ളപ്പെട്ടിരിക്കുകയാണ്, അല്ല നിങ്ങൾ ദൈവത്തെ ഉപേക്ഷിച്ചിരിക്കുകയാണ്. ദൈവത്തെ ഉപേക്ഷിച്ചു പോയ നിങ്ങൾ തള്ളപ്പെട്ടു പോകും. നിങ്ങൾ ക്രിസ്തുവിൽ നിന്ന് വേർപെട്ടു പോയാൽ ശാപഗ്രസ്തരാണ് എന്ന് ഞാൻ പറഞ്ഞാൽ ദൈവം തന്റെ വചനത്തിൽ അവിശ്വസ്തനാണെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. തന്റെ ചർച്ചക്കാരോട് പറയുക, ദൈവം തന്റെ വാക്കിൽ ഒരിക്കലും അവിശ്വസ്തനല്ല. ദൈവം എല്ലായ്പ്പോഴും വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ്. പക്ഷെ നിങ്ങൾ ധരിച്ചു വച്ചിരിക്കുന്നത് വാഗ്ദത്ത സന്തതി എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ മക്കളാണെന്നാണ്. നമ്മുടെ സമൂഹം മാത്രമാണ് വാഗ്ദത്ത സന്തതി എന്നാണ് നിങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ധരിച്ചു വച്ചിരിക്കുന്നത്. ആ ധാരണ മാറണം. വാഗ്ദത്തം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇസ്രായേൽ മക്കളെ മാത്രം കൈക്കൊള്ളുന്നു എന്നല്ല. ഇസ്രായേലിനെ പറ്റി നോക്കിക്കേ, 4-ാം വാക്യം, അവർ ഇസ്രായേല് പുത്രത്വവും ഇസ്രായേലിനെ കുറച്ച് കാണുന്നില്ല അപ്പോസ്തലൻ. ഇസ്രായേലിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറയുക, പുത്രത്വം നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടു, തേജസ്സും നിയമങ്ങളും നിങ്ങൾക്ക് ലഭിച്ചു, ന്യായപ്രമാണം നിങ്ങൾക്ക് ലഭിച്ചു, ആരാധനയും വാഗ്ദത്തങ്ങളും നിങ്ങൾക്ക് ലഭിച്ചു. അല്ല, നമുക്ക് ലഭിച്ചു. താനും പൗലോസ് അപ്പോസ്തലൻ അതിനകത്ത് ഉൾപ്പെട്ട ആളാണല്ലോ. പിതാക്കന്മാരും അവർക്കുള്ളവർ തന്നെ എന്ന് പറഞ്ഞാൽ ഇതുവരെ ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ മുറുകെ പിടിച്ച് ക്രിസ്തു എന്ന ഒരു സന്തതിയെ ലോകത്തിൽ നൽകാൻ പിതാക്കന്മാരായി കാലാകാലങ്ങളായി തലമുറയായി നിലകൊണ്ടവർ നമ്മുടെ പിതാക്കന്മാർ തന്നെയാണ്. സംശയമില്ല, അത് ഇസ്രായേലിൽ തന്നെയാണ്. ക്രിസ്തുവും അവരിൽ നിന്നല്ലോ ഉത്ഭവിച്ചത്. അതെ, ക്രിസ്തു നമ്മുടെ സമൂഹത്തിൽ നിന്നാണ് ഉത്ഭവിച്ചത്. അവൻ സർവത്തിനും മീതെ ദൈവമായി എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. ആമേൻ. ദൈവത്തിന്റെ വചനം വൃഥാവായി പോയി എന്നല്ല. ഇസ്രായേലിൽ നിന്ന് ഉത്ഭവിച്ചവരെല്ലാം ഇസ്രായേലിയർ എന്നും അബ്രഹാമിന്റെ സന്തതിയാകയാൽ എല്ലാവരും മക്കളെന്ന് വരികയില്ല. അപ്പോസ്തലൻ ഒരു അപ്രിയ സത്യം അങ്ങ് പ്രഖ്യാപിക്കുകയാണ്. പിതാക്കന്മാർ നിങ്ങൾക്കുണ്ട്, ന്യായപ്രമാണമുണ്ട്, പ്രവാചകന്മാരുണ്ടായിരുന്നു, പുരോഹിതന്മാരുണ്ടായിരുന്നു, ദൈവാലയമുണ്ടായിരുന്നു, നിങ്ങൾക്ക് പുത്രത്വം ഉണ്ടായിരുന്നു, എല്ലാം നിങ്ങൾക്കുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഞാൻ ഉൾപ്പെടുന്ന നമ്മുടെ സമൂഹത്തിൽ നിന്നാണ് ക്രിസ്തു പോലും ഈ ലോകത്തിൽ വന്നത്. അതിന്റെ അർത്ഥം നമ്മൾ അബ്രഹാമിന്റെ സന്തതി എന്ന ഒറ്റ കാരണം കൊണ്ട് ദൈവത്തിന്റെ മക്കളെന്ന് വരത്തില്ല. യേശുവിൽ വിശ്വസിക്കുന്നവർ മാത്രമേ ദൈവ മക്കളാകാൻ കഴിയുകയുള്ളൂ. അപ്പോ ഇസ്രായേലിനോട് പറയുക, നിങ്ങളോട് ദൈവം ചെയ്ത വാഗ്ദത്തം വൃഥാവായി പോയോ? ഇല്ല. സന്തതി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അബ്രഹാമിന്റെ സന്തതി എന്ന ജഡപ്രകാരം പറഞ്ഞതുകൊണ്ട് മാത്രം നിങ്ങൾ സന്തതിയാകത്തില്ല. നിങ്ങൾ വാഗ്ദത്ത പ്രകാരമുള്ള സന്തതിയാകണം. അതിനുള്ള ഉദാഹരണമാണ് പറയുന്നത് 8-ാമത്തെ വാക്യം. അതിന്റെ അർത്ഥം പറഞ്ഞു കൊടുക്കുക. ജഡപ്രകാരം ജനിച്ച മക്കളല്ല ദൈവത്തിന്റെ മക്കൾ. ഇസ്രായേലിന്റെ അഹങ്കാരത്തെ ഇവിടെ തച്ചുടയ്ക്കുകയാണ്. ഇസ്രായേൽ പറയുക, ഞങ്ങൾ അബ്രഹാമിന്റെ മക്കളാണ്, ഞങ്ങൾ അബ്രഹാമിന്റെ മടിയിൽ ദൈവരാജ്യത്തിൽ ഇരിക്കും, ഞങ്ങൾ ദൈവരാജ്യത്തിൽ അബ്രഹാമിന്റെ മടിയിൽ ഇരിക്കുന്നവരാ എന്ന് അഭിമാനിക്കുമ്പോൾ അപ്പോസ്തലൻ പറയുന്നു, ഞാനും ഇസ്രായേലിൽ പെട്ടവൻ തന്നെയാണ്. പക്ഷേ അതിന്റെ അർത്ഥം ജഡപ്രകാരം ജനിച്ച മക്കളല്ല ദൈവത്തിന്റെ മക്കൾ. ദൈവത്തിന്റെ മക്കളാകണമെങ്കിൽ അവർ ക്രിസ്തുവിനെ കൈക്കൊള്ളണം. ക്രിസ്തുവിനെ നിരാകരിച്ചുകൊണ്ട്, ക്രിസ്തുവിൽ നിന്ന് വേറിട്ടുകൊണ്ട് ആർക്ക്
ആർക്കും ദൈവത്തിന്റെ മക്കളാകാൻ പറ്റത്തില്ല. വാഗ്ദത്ത സന്തതി ക്രിസ്തുവിലൂടെയാണ് ജനിക്കുന്നത്. വാഗ്ദത്ത സന്തതി ക്രിസ്തുവിലൂടെയാണ് പുറത്തു വരുന്നത്. അത് കേവലം അബ്രഹാമിന്റെ സന്തതി എന്ന് ജഡപ്രകാരം പറഞ്ഞത് കൊണ്ട് പറ്റത്തില്ല. വാഗ്ദത്ത പ്രകാരം ജനിച്ച മക്കളത്രേ സന്തതി എന്ന് എണ്ണുന്നു. 9-ാം വാക്യം വിശദീകരണമാണ്, വായിക്കാം. സാറായ്ക്കൊരു മകൻ ഉണ്ടാകുമെന്നല്ലോ വാഗ്ദത്ത വചനം. അടുത്ത വാക്യം. കുട്ടികൾ ജനിക്കുകയോ ഗുണമാകട്ടെ ദോഷമാകട്ടെ ഒന്നും പ്രവർത്തിക്കുകയോ ചെയ്യും മുമ്പേ തിരഞ്ഞെടുപ്പിൻ പ്രകാരമുള്ള ദൈവനിർണയം പ്രവർത്തിയ നിമിത്തമല്ലോ വിളിച്ചവന്റെ ഇഷ്ടനിമിത്തം തന്നെ പറയേണ്ടത്. ഇവിടെ അപ്പോസ്തലൻ പറയുന്നത് ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് എന്താണ്? മനുഷ്യന്റെ തലമുറകളുടെ അടിസ്ഥാനത്തിലല്ല, മെറിറ്റിന്റെ അടിസ്ഥാനത്തിലല്ല, പാരമ്പര്യത്തിന്റെ അടിസ്ഥാനത്തിലല്ല. അബ്രഹാമിന്റെ സന്തതി എന്ന് ജഡപ്രകാരം വിശേഷിപ്പിക്കുന്നത് കൊണ്ടും ഒരു പ്രയോജനവുമില്ല. വാഗ്ദത്ത സന്തതി എന്ന് പറഞ്ഞാൽ അബ്രഹാമിനെ ജഡപ്രകാരം ജനിച്ചു എന്നല്ലതിനർത്ഥം. ക്രിസ്തുവിൽ ജനിക്കണമെന്നായി പറയുന്നത്. ക്രിസ്തുവിൽ ജനിക്കണമെന്ന് സുവിശേഷം അതിന്റെ കൃത്യതയിൽ യഹൂദന്മാരോട് വിശദീകരിക്കുകയാണ്. ഇനി മറ്റൊന്ന്, യഹൂദന്റെ ചിന്ത ഇതായിരുന്നു: പരമ്പരാഗതമായിട്ടാണ് തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നത്. പുരോഹിതനാകണമെങ്കിൽ വീട്ടിലെ മൂത്തവൻ, ഒരു രാജാവിന് വേണമെങ്കിൽ വീട്ടിലെ മൂത്തവൻ, അപ്പന് ശേഷം വീട്ടിലെ കാര്യാദികൾ നടത്തണമെങ്കിൽ വീട്ടിലെ മൂത്തവൻ. ഇതാണല്ലോ നിങ്ങളുടെ സിസ്റ്റം. പക്ഷെ ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് ഇതല്ല. മാനുഷികമായ ഈ തെരഞ്ഞെടുപ്പ് സിസ്റ്റത്തെ ദൈവം അട്ടിമറിക്കുകയാണ്, ദൈവം തിരിച്ചെഴുതുകയാണ്. അടുത്ത വാക്യം കണ്ടോ? 12-ാമത്തെ വാക്യം. മൂത്തവൻ ഇളയവനെ സേവിക്കുമെന്ന് നമ്മളോട് അരുളി ചെയ്തു. അടുത്ത വാക്യം. ഞാൻ യാക്കോബിനെ സ്നേഹിച്ച് ഏശാവിനെ ദ്വേഷിച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. അടുത്ത വാക്യം 14. ആകയാൽ നാം എന്ത് പറയുന്നു? ദൈവത്തിന്റെ പക്കൽ അനീതിയുണ്ടോ? ഇല്ല. നമ്മുടെ സിസ്റ്റം അനുസരിച്ച് അല്ല, യഹൂദ ജാതിയെ, നിങ്ങളുടെ സിസ്റ്റം അനുസരിച്ച് മൂത്തവൻ വാഴും എന്നാണല്ലോ, മൂത്തവൻ ഭരിക്കുമെന്നാണല്ലോ, മൂത്തവൻ രാജാവാകണം, മൂത്തവൻ പുരോഹിതനാകണം, മൂത്തവൻ ദൈവത്തിന് വേണ്ടി നിലകൊള്ളണമെന്നാണല്ലോ. പക്ഷെ ആ സിസ്റ്റത്തെ ദൈവം മാറ്റിമറിച്ച് ഇളയവനെ തിരഞ്ഞെടുത്തു. മൂത്തവൻ ഇളയവനെ സേവിക്കുമെന്ന് ദൈവം കൽപ്പിച്ചെങ്കിൽ ആ കൽപ്പന, ആ തിരഞ്ഞെടുപ്പ് ദൈവത്തിന്റെ പരമാധികാരത്തിൽ നിന്നുള്ളതാണ്. അവിടെ മനുഷ്യന് അവന്റെ യോഗ്യത പറയാൻ പറ്റത്തില്ല. ഇവിടെ മൂപ്പ് കൂടിയത് കൊണ്ടോ, ഇവിടെ യോഗ്യത കൂടിയത് കൊണ്ടോ, ഇവിടെ എന്തെങ്കിലും സ്റ്റാറ്റസ് അവകാശപ്പെടാൻ കഴിയുന്നത് കൊണ്ടോ അവൻ ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമാകണം എന്നില്ല. തെരഞ്ഞെടുപ്പ് ദൈവത്തിന്റെ കൃപാപ്രവർത്തനമാണ്. തെരഞ്ഞെടുപ്പ് ദൈവത്തിന്റെ കരുണയിൽ സംഭവിക്കുന്നതാണ്. തെരഞ്ഞെടുപ്പ് ദൈവത്തിന്റെ പരമാധികാരത്തിൽ സംഭവിക്കുന്നതാണ്. യാക്കോബിനെ തെരഞ്ഞെടുത്തു, ഏശാവിനെ ദ്വേഷിച്ചു, യാക്കോബിനെ സ്നേഹിച്ചു. തള്ളപ്പെട്ടവനെ സ്നേഹിക്കുന്ന ദൈവത്തിന്റെ കൃപ, ഒതുക്കപ്പെട്ടവനെ, അവഗണിക്കപ്പെട്ടവനെ ചവിട്ടി ഒതുക്കുന്നവനെ സ്നേഹിക്കുന്ന, ചേർത്ത് പിടിക്കുന്ന ദൈവത്തിന്റെ കരുണ, ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ നീതി മനുഷ്യന്റെ ബുദ്ധിക്ക് അതീതമാണ്. മനുഷ്യന്റെ യാഥാർത്ഥ്യ ബോധങ്ങൾക്ക്, മനുഷ്യന്റെ അനുഭവങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ദൈവത്തിന്റെ നീതി പൗലോസ് വെളിപ്പെടുത്തുകയാണ്. ഇതാ ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ്. ഏശാവ് മൂത്തവനായിരുന്നു. നിങ്ങൾ പറഞ്ഞതുപോലെയാണ് ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പെങ്കിൽ ഇസ്രായേൽ മാത്രം മതിയായിരുന്നു ദൈവത്തിന്. ഞാൻ ഏശാവിനെ ദ്വേഷിച്ച് യാക്കോബിനെ സ്നേഹിച്ചു എന്ന് പറഞ്ഞത് മറ്റൊരു മാർമിക വചനമാണ്. ഇസ്രായേലിന്റെ പുത്രൻ, അവൻ എന്റെ ആദ്യജാതൻ എന്ന് പറഞ്ഞ ദൈവത്തിന് ഒരു ഘട്ടത്തേക്ക് ആ മൂത്തവനെ മാറ്റി നിർത്തിയിട്ട് ഇളയവരെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ജാതികളായ എന്നെയും നിങ്ങളെയും ആ ക്രിസ്തുവിന്റെ സ്നേഹത്തോടെ നമ്മെ ദൈവം ചേർത്ത് പിടിക്കുകയാണ്. എത്ര മാർമികമായ, എത്ര ആത്മികമായ വലിയ വെളിപ്പാടാണ് പൗലോസ് നമുക്ക് പകർന്നു തരുന്നത്. ആകയാൽ നാം എന്ത് പറയണ്ടു? ദൈവത്തിന്റെ പക്കൽ അനീതി ഉണ്ടെന്നാണോ? ഒരു നാളുമല്ല. അവന്റെ സർവാധികാരത്തിനകത്ത് കൃപയുണ്ട്, അവന്റെ സർവാധികാരത്തിനകത്ത് കരുണയുണ്ട്. ആ കരുണയും ആ കൃപയും നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. നമ്മൾ നമ്മുടെ കൊച്ചു കൊച്ചു യോഗ്യതകൾ വെച്ച, കൊച്ചു കൊച്ചു മാനദണ്ഡങ്ങൾ വെച്ച നമ്മൾ ദൈവത്തിന്റെ നീതിയെ കണക്കെടുത്തത്. ദൈവം തന്റെ നീതിയിൽ ഒരു പെർഫെക്റ്റ് ആയിട്ട് തന്റെ നീതിയിൽ ഇവിടെ കാര്യം നടത്തിയാൽ
1, 2, 3 അധ്യായങ്ങൾ സകലരും മരണയോഗ്യരാകും. അപ്പൊ ദൈവത്തിന്റെ നീതി സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ പാപം കണക്കിട്ടിട്ടല്ല, തന്റെ കൃപയിലാണ് ദൈവം നമ്മുടെ നീതി കണക്കിട്ടത്. തന്റെ കരുണയിലാണ് ദൈവം നമ്മുടെ നീതി കണക്കിട്ടത്. ലോകപ്രകാരം നമ്മുടെ നീതി കണക്കിടാൻ പോയിരുന്നെങ്കിൽ ഹാബേല് പ്രാർത്ഥിച്ചെങ്ങനെയാണ്? ഹാബേല് പ്രാർത്ഥിച്ചത് തന്റെ രക്തം ചൊരിയിച്ചവനോട് തിരിച്ച് പ്രതികാരം ചെയ്യണം. ഹാബേലിന്റെ രക്തം നിലവിളിക്കുകയാണ്. കയ്യൻ പേടിച്ചു, ദൈവത്തോട് പറഞ്ഞു അവന്റെ രക്തം നിലവിളിക്കുന്നു. ദൈവം പറഞ്ഞു അവന്റെ രക്തം നിനക്കെതിരായി നിലവിളിക്കുന്നു. ഈ ലോകത്തിലെ നീതി എന്ന് പറയുന്നത് കണ്ണിനു പകരം കണ്ണ്, പല്ലിനു പകരം പല്ല്, കൊലയ്ക്ക് പകരം കൊല. അതാണ് ലോകത്തിന്റെ സിസ്റ്റപ്രകാരമുള്ള ആ നീതി. ദൈവം നമ്മോട് കണക്കിട്ടെങ്കിൽ ഞാനും നിങ്ങളും ഇവിടെ ജീവനോടെ ഇരിക്കത്തില്ലായിരുന്നു. ദൈവത്തിന്റെ നീതി അതല്ല. പാപം കണക്കിടുന്നതിലല്ല, പാപം ക്ഷമിക്കുന്നതിലാണ് ദൈവത്തിന്റെ നീതി വെളിപ്പെട്ടത്. നിങ്ങളുടെ പാപം എത്ര കടും ചുവപ്പായിരുന്നാലും അത് ഹിമം പോലെ വെളുക്കും. അവൻ രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും അത് പഞ്ഞു പോലെ വെള്ളയായി തീരുമെന്ന് പറയുന്ന ദൈവത്തിന്റെ കരുണയില, ദൈവത്തിന്റെ കൃപയില ദൈവത്തിന്റെ നീതി വെളിപ്പെട്ടത്. 1, 2, 3 അധ്യായങ്ങളിൽ അപ്പോസ്തലൻ നൊമ്പരപ്പെട്ടത് ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ പോയ യഹൂദന്മാരെ ഓർത്തിട്ട. എന്റെ ചാർച്ചക്കാർ ദൈവത്തിന്റെ ഈ ഹൃദയം മനസ്സിലാക്കാതെ അവർ സ്വയം നീതിയിൽ അഹങ്കരിച്ച് മുന്നോട്ട് പോകുകയാണ്. ചുങ്കക്കാരെ നോക്കി പറയുന്നു, ഈ നിൽക്കുന്നവനെ പോലെ ഞാൻ അല്ലാകിയ നിന്നെ വാഴ്ത്തുന്നു എന്ന് പറഞ്ഞ് സ്വയം നീതിയിൽ മുന്നോട്ട് പോകുന്ന പരീശന്മാരായ തന്റെ സമൂഹത്തോട് വിളിച്ചു പറയുന്നു, ദൈവത്തിന്റെ കരുണയെ തിരിച്ചറിയുക, ദൈവത്തിന്റെ കൃപയെ നിങ്ങൾ തിരിച്ചറിയുക. നിങ്ങൾ നീതി കണക്കിടുന്നത് പോലെയല്ല ദൈവം കണക്കിടുന്നത്. 20-ാമത്തെ വാക്യം വായിക്കും. അയ്യോ മനുഷ്യ, ദൈവത്തോട് പ്രത്യുത്തരം പറയുന്ന നീ മനഞ്ഞിരിക്കുന്ന മനഞ്ഞവനോട് നീ എന്നെ ഇങ്ങനെ ചമച്ചത് എന്ത് എന്ന് ചോദിക്കുമോ? അല്ല, കുശവന് അതേ കുണ്ടത്തിൽ നിന്ന് ഒരു പാത്രം മാനത്തിനും മറ്റൊരു പാത്രം അപമാനത്തിനും ഉണ്ടാക്കുവാൻ മണ്ണിന്മേൽ അധികാരമില്ലയോ? എന്നാൽ ദൈവം തന്റെ കോപം കാണിപ്പാനും ശക്തി വെളിപ്പെടുത്തുവാനും യഹൂദന്മാരിൽ നിന്ന് മാത്രമല്ല ജാതികളിൽ നിന്ന് വിളിച്ച് തേജസ്സിനായി മുന്നൊരുക്കിയ കരുണപാത്രങ്ങളായ നമ്മിൽ തന്റെ തേജസ്സിന്റെ ധനം വെളിപ്പെടുത്തുവാനും ഇച്ഛിച്ചിട്ട് നാശയോഗ്യമായ കോപപാത്രങ്ങളെ വളരെ ദീർഘക്ഷമയോടെ സഹിച്ചുവെങ്കിൽ എന്ത്? മതി. അടുത്ത വായിക്കൂടെ ചേർത്ത് വായിച്ചത്, എന്റെ ജനമല്ലാത്തവരെ പ്രിയമല്ലാത്തവളെ പ്രിയ എന്നും ഞാൻ വിളിക്കും. നിങ്ങൾ എന്റെ ജനമല്ല എന്ന് അവരോട് പറഞ്ഞ ഇടത്തിൽ അവർ ജീവനുള്ള ദൈവത്തിന്റെ മക്കൾ എന്ന് വിളിക്കപ്പെടും. കണ്ടോ, ഈ യോനയുടെ പുസ്തകത്തിലൂടെ നമ്മൾ സഞ്ചരിച്ചു വന്നാൽ നമുക്ക് മനസ്സിലാകും ഈ ജാതികളെ യഹൂദന്മാർ എങ്ങനെയാ കണ്ടതെന്ന് നമുക്ക് മനസ്സിലാകും. അല്ലെ, 4-ാം അധ്യായത്തിൽ യോന പറയുന്നത് എന്താ? എനിക്കറിയാമായിരുന്നു നീ അനുദപിക്കും, നീ ക്ഷമിക്കും. അവർ അവിടെ തെറ്റുകളെ കുറിച്ച് അനുദപിക്കുമ്പോ നീ വരുത്തുമെന്ന് പറഞ്ഞ അനർത്ഥത്തെ കുറിച്ച് അനുദപിക്കും. നീ അവരെ ശിക്ഷിക്കത്തില്ല, നീ അവരെ രക്ഷിക്കും. എനിക്കറിയാമായിരുന്നു, അതുകൊണ്ടാ ഞാൻ നിനവയിലേക്ക് പോകാതിരുന്നത്. അവർ രക്ഷപ്പെടണ്ട, അവർ നശിച്ചു പോകേണ്ടവരാ എന്ന് പറയുന്നിടത്ത് ഇവിടെ നമ്മൾ വായിച്ച കണ്ടോ 23-ാമത്തെ വാക്യം, ജാതികളിൽ നിന്ന് വിളിച്ച് തേജസ്സിനായി മുന്നൊരുക്കിയ കരുണാപാത്രങ്ങളായ നമ്മിൽ തന്റെ തേജസ്സിന്റെ ധനം വെളിപ്പെടുത്തുവാനും ഇച്ഛിച്ചിട്ട് നാശയോഗ്യമായ കോപപാത്രങ്ങളെ വളരെ ദീർഘക്ഷമയോടെ സഹിച്ചുവെങ്കിൽ എന്ത്? എന്റെ ജനമല്ലാത്തവരെ എന്റെ ജനമെന്നും പ്രിയയല്ലാത്തവളെ പ്രിയയെന്നും ഞാൻ വിളിക്കും. നിങ്ങൾ എന്റെ ജനമല്ല എന്ന് അവരോട് പറഞ്ഞ ഇടത്തിൽ അവർ ജീവനുള്ള ദൈവത്തിന്റെ മക്കളെന്ന് വിളിക്കപ്പെടും. നമ്മൾ ദൈവത്തിന്റെ ജനമല്ലാത്തവരായിരുന്നു. നമ്മൾ ദൈവത്തിന് കൊള്ളാകുന്നവർ ആയിരുന്നില്ല. ജാതികളെ പറ്റിയാ പറയുന്നത്. യഹൂദന് പുറത്തുള്ള ദൈവത്തിന്റെ ഹൃദയമാ ഇവിടെ പങ്കുവെക്കുന്നത്. എന്റെ ജനമല്ലാത്തവളെന്ന് നിങ്ങൾ ഒരുപക്ഷെ വിശദീകരിച്ച ആളുകളെ എന്റെ ജനമെന്ന് ഞാൻ വിളിക്കും. കാരണം നിങ്ങൾ പിന്മാറിപ്പോകുകയാണ്, നിങ്ങൾ മാറിപ്പോകുകയാണ്. അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ ഏറ്റുകൊണ്ടില്ല, അവനെ കൈക്കൊണ്ടില്ല. അവിടെയാണ് ജനമല്ലാത്തവരെ ഞാൻ എന്റെ ജനമെന്ന് വിളിക്കും, പ്രിയ അല്ലാത്തവരെ ഞാൻ പ്രിയ എന്ന് വിളിക്കും. എന്റെ ജനമല്ലെന്ന് പറഞ്ഞെടുത്ത് അവർ ജീവനുള്ള ദൈവത്തിന്റെ മക്കളായി മാറും. അവർ ജീവനുള്ള ദൈവത്തിന്റെ മക്കളായി മാറും.
ഇസ്രായേലിനെ ദൈവം വിളിച്ചത് നിങ്ങൾ എന്റെ മക്കള്, നിങ്ങൾ എന്റെ മൂത്ത മകന് എന്ന് വിളിച്ചിടത്ത് ഇസ്രായേൽ ജാതികളെ വെറുത്ത് 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 സ്വയം അവർ തന്നെ അകപ്പെട്ടു പോയി. അവർ തന്നെ ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടു പോയപ്പോൾ ദൈവം കൊടുക്കുന്ന വെളിപ്പാട് കണ്ടോ? പ്രിയയല്ലാത്തവളെയും ജനമല്ലാത്തവരെയും ഒക്കെ ഞാൻ ചേർത്ത് പിടിക്കും. ഞാൻ അവരെ എന്റെ മക്കൾ എന്ന് വിളിക്കും. അവർ ദൈവത്തിന്റെ മക്കൾ എന്നറിയപ്പെടും. ഇന്ന് പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളും ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുന്നതിന്റെ മർമ്മം മനസ്സിലായോ? കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, തന്നെ ഉപേക്ഷിച്ചു പോയി പൊട്ടക്കിണറുകൾ കുടിച്ച യഹൂദന്മാരെ മാറ്റി നിർത്തിയിട്ട് തന്നെ അനുഗമിച്ച തന്റെ ജനവിഭാഗത്തോട്, തന്റെ അനുയായികളോട് കർത്താവ് പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യുവണ്ണം പ്രാർത്ഥിപ്പിൻ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. എന്റെ ജനമല്ല എന്ന് പറഞ്ഞിടത്ത് അവർ എന്റെ മക്കളാകും, അവർ എന്റെ മക്കളാകും. ഇന്ന് ഞാൻ നിങ്ങളും ദൈവത്തിന്റെ മക്കൾ. മുമ്പ് നമ്മൾ ഒരു പ്രാവശ്യം ചിന്തിച്ചിട്ടുണ്ട്, മക്കളെന്ന് പറയുമ്പോൾ ഒരു പദപ്രയോഗം കൂടി ഓർക്കണം. ദത്തെടുക്കപ്പെട്ട മക്കളാണ്, ദത്തെടുക്കപ്പെട്ട മക്കളാണ്. അപ്പോൾ ചിലപ്പോൾ ചെറിയ ചോദ്യം, ദത്തെടുത്ത മകൻ എന്താ അത്ര പ്രസക്തി? ദത്തെടുക്കപ്പെട്ട എന്ന് പറഞ്ഞാൽ അതിനകത്ത് വേറൊരു കാര്യം കൂടിയുണ്ട്. സ്വന്തം പുത്രനെ യാഗമായി നൽകിയിട്ട് ദത്തെടുത്തതാണ്. അവിടെയാണ് സ്നേഹത്തിന്റെ ആഴം അറിയുന്നത്. തന്റെ പൊന്നോമന പുത്രനെ ബലി കഴിക്കാൻ ഏൽപ്പിച്ചു കൊടുത്തിട്ടാണ് ഈ പുത്രനെ ദത്തെടുത്തത്. എന്നെ നിങ്ങളെ ദൈവം വിലയ്ക്ക് വാങ്ങിയത്. നമ്മെ വിലയ്ക്ക് വാങ്ങാൻ ക്രിസ്തുവിനെ ദൈവം യാഗമായി കൊടുത്തു. ക്രിസ്തുവിന്റെ വിലയാ നമ്മുടെ വില, ക്രിസ്തുവിന്റെ രക്തത്തിന്റെ വിലയാ നമ്മുടെ വില. എന്തിനാ ഇങ്ങനെ ഓർക്കുന്നത്? ഒരേ സമയത്ത് നമ്മൾ ഓർക്കണം, ദൈവത്തിന് നമ്മൾ മക്കളാ, സ്വന്തം പുത്രനെ കൊടുത്തു വാങ്ങിയ മക്കളാ. അങ്ങനെ ഓർക്കുമ്പോൾ തന്നെ മറ്റൊരു കാര്യം ചിന്തിക്കണം, ദത്തെടുത്തതാണ്, ദത്തെടുത്തതാ, സ്വന്തം മകനെ നൽകി ദത്തെടുത്തതാ. അതുകൊണ്ട് നമ്മുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ പറ്റത്തില്ല. ആ തെരഞ്ഞെടുപ്പിനെ അറിയണം, ആ തെരഞ്ഞെടുപ്പിന്റെ മഹത്വം മനസ്സിലാക്കണം, അത് ആഴത്തിൽ ഗ്രഹിക്കണം. എനിക്കതല്ലെങ്കിൽ ആരാധിക്കാൻ പറ്റത്തില്ലായിരുന്നു. ഈ ദൈവത്തോട് ഒപ്പം നടക്കാൻ, ഈ ദൈവത്തെ ആരാധിക്കാൻ, ഈ ദൈവത്തെ സ്നേഹിക്കാൻ, ഈ ദൈവത്തിന്റെ ഭക്തൻ എന്ന് പറയാൻ, ദൈവത്തിന്റെ മക്കൾ എന്ന് വിളിക്കപ്പെടാൻ കൃപയാൽ കിട്ടിയ ഭാഗ്യം, കൃപയാൽ കിട്ടിയ ഭാഗ്യം ആഴത്തിൽ മനസ്സിലാക്കാൻ പൗലോസ് അപ്പോസ്തലൻ നമ്മെ ബുദ്ധി ഉപദേശിക്കുകയാണ്. ആമേൻ. ഇവിടെ കുശവന്റെ കഥ പറഞ്ഞു തരികയാണ് 20-ാം വാക്യത്തിൽ. ആകെ അയ്യോ മനുഷ്യ, ദൈവത്തോട് പ്രത്യുത്തരം പറയുന്ന നീ ആർ? മെനഞ്ഞിരിക്കുന്നത് മെനഞ്ഞവനോട് നീ ഇങ്ങനെ ചമച്ചത് എന്ത് എന്ന് ചോദിക്കുമോ? അല്ല, കുശവന് അതേ പിണ്ടത്തിൽ നിന്ന് ഒരു പാത്രം മാനത്തിനും മറ്റൊരു പാത്രം അപമാനത്തിനും ഉണ്ടാക്കുവാൻ മണ്ണിന്മേൽ അധികാരമില്ലയോ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പരമാധികാരത്തെ പറ്റിയാണ് ഈ ചോദ്യം. ആരോടാ ചോദിക്കുന്നത്? യെസ്, വെരി ഗുഡ്, താങ്ക് യു. ഇസ്രായേലിനോടാ ചോദിക്കുന്നത്. കാര്യം എന്താ? ജാതികളെ തെരഞ്ഞെടുത്തപ്പോൾ ഒരു ചെറിയ പ്രശ്നം, ജാതികളെ ഉൾക്കൊണ്ടതിനകത്ത് ഒരു മനപ്രയാസം. അപ്പോ ചോദിക്കുക, അയ്യോ മനുഷ്യ, ദൈവത്തോട് പ്രത്യുത്തരം പറയുന്ന നീ ആര്? എന്നെ ഇങ്ങനെ ചമച്ചത് എന്തിനെന്ന് ദൈവത്തോട്, കുശവനോട് ഏതെങ്കിലും കളികൊണ്ട് ചോദിക്കുമോ? ഏതെങ്കിലും പാത്രം ചോദിക്കുമോ? കുശവന്റെ അധികാരമാണ്, കുശവന്റെ അധികാരത്തിൽപ്പെട്ട കാര്യമാണ് തന്റെ കയ്യിലിരിക്കുന്ന കളിമണ്ണിനെ എങ്ങനെ രൂപപ്പെടുത്തണമെന്നുള്ളത്. കുശവൻ ചിന്തിക്കും അത് ഏത് തരത്തിലുള്ള പാത്രമാകണമെന്നുള്ളത്. കുശവന്റെ പരമാധികാരത്തിൽ കളിമണ്ണിന് ഒരു അധികാരവുമില്ല. മെനഞ്ഞിരിക്കുന്നത് മെനഞ്ഞവനോട് ചോദിക്കത്തില്ല, എന്നെ എന്തിന് ഇങ്ങനെ നിർമ്മിച്ചു. അത് മെനയുന്നവന്റെ അധികാരമാണ്, അത് മെനയുന്നവന്റെ അവകാശമാണ്. ചോദിക്കുക, ദൈവത്തോട് പ്രത്യുത്തരം പറയുന്ന മനുഷ്യ, നീ ദൈവത്തോട് ചോദ്യം ചോദിക്കുക, എന്നെ എന്തിന് ഇങ്ങനെ നിർമ്മിച്ചു, അവനെ എന്തിന് തെരഞ്ഞെടുത്തു. ഇത് നിനക്ക് ചോദിക്കാൻ അവകാശമില്ല. എന്നെയും നിങ്ങളെയും ദൈവം തെരഞ്ഞെടുത്തതിന് യഹൂദന് ചോദ്യം ചോദിക്കാൻ ഒരു അവകാശവുമില്ല. യഹൂദനോട് പറയുക, നീ അബ്രഹാമിന്റെ മകൻ എന്ന് പറഞ്ഞുകൊണ്ട് അർത്ഥമൊന്നുമില്ല. ദൈവത്തിന് ഈ കല്ലുകളിൽ നിന്ന് മക്കളെ ഉളവാക്കാൻ ദൈവത്തിന് കഴിയും. വാഗ്ദത്ത സന്തതി എന്ന് പറഞ്ഞാൽ ജഡപ്രകാരം ജനിച്ചവൻ എന്നല്ല അർത്ഥം, ക്രിസ്തുവിൽ ജനിച്ചവൻ എന്നാണ്.
ക്രിസ്തുവിൽ ജനിച്ചവനെന്ന ഈ അറിവ് പ്രാപിക്കാത്തവരെ പറ്റിയ അപ്പോസ്തലൻ നെടുവീർപ്പെടുന്നത്, അപ്പോസ്തലൻ നൊമ്പരപ്പെടുന്നത്. അടുത്ത ഭാഗം വായിക്കാം. 22 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ. എന്നാൽ ദൈവം തന്റെ കോപം കാണിപ്പാനും ശക്തി വെളിപ്പെടുത്തുവാനും Yes. യഹൂദന്മാരിൽ നിന്ന് മാത്രമല്ല ജാതികളിൽ നിന്ന് വിളിച്ച തേജസ്സിനായി മുന്നൊരുക്കിയ കരുണാപാത്രങ്ങളായ തമ്മിൽ തന്റെ തേജസ്സിന്റെ ധനം വെളിപ്പെടുത്തുവാനും ഇച്ഛിച്ചിട്ട് നാശയോഗ്യമായ കോപപാത്രങ്ങളെ വളരെ ദീർഘക്ഷമയോടെ സഹിച്ചു എങ്കിൽ എന്ത് ജനമില്ലാത്തവരെ എന്റെ ജനമെന്നും പ്രിയല്ലാത്തവളെ പ്രിയ എന്നും ഞാൻ വിളിക്കും. മതി. ഈ കോപപാത്രങ്ങളെ എന്താ നമ്മൾ വായിക്കുന്നത്? നാശയോഗ്യമായ കോപപാത്രങ്ങളെ വളരെ ദീർഘക്ഷമയോടെ സഹിച്ചു എങ്കിൽ എന്താ ഇതിന്റെ അർത്ഥം? എന്താ ഇതിന്റെ അർത്ഥം? ചില മേഖലകളിൽ ദൈവം സഹിഷ്ണുത കാണിക്കാറുണ്ട്, സഹനത്തോടെ കാത്തിരിക്കാറുണ്ട്. ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്താൻ, അല്ലെ, ദൈവത്തിന്റെ ശക്തി വെളിപ്പെടുത്താൻ. അവിടെ ദൈവം മണ്ടനാവുകയാണോ? ഈ ഫറവോൻ ഹൃദയം കഠിനപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. അവിടെ ഫറവോൻ ദൈവത്തെ മണ്ടനാക്കുകയായിരുന്നോ? ദൈവത്തിന്റെ പരമാധികാരത്തെ ഫറവോൻ ചോദ്യം ചെയ്യുകയായിരുന്നോ? ഇവിടെ വായിക്കുന്നു, അല്ല, അങ്ങനെ ചിന്തിക്കരുത്. ഫറവോനെ ദീർഘക്ഷമയോടെ നീട്ടിവിട്ടത് 10 ബാധകൾ അയക്കുമ്പോൾ ഓരോന്നോരോന്ന് അയക്കുമ്പോഴും അവൻ മാനസാന്തരപ്പെടാതെ തുടർന്നു പോയത് ദൈവം അനുവദിച്ചത് ദൈവം മണ്ടനായത് കൊണ്ടല്ല. ദൈവം ദീർഘക്ഷമ കാണിച്ചിട്ടും അത് ഉൾക്കൊള്ളാതെ തുടർന്ന് തങ്ങളുടെ ആ ധാർഷ്ട്യത്തിൽ മുന്നോട്ട് പോകുന്നവർക്ക് അവസാനം സംഭവിക്കുന്നത് എന്താണെന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്തിട്ട് അതിലൂടെ ദൈവത്തിന്റെ മഹത്വവും ദൈവത്തിന്റെ ശക്തിയും ലോകത്തിന് പ്രകടമാക്കാൻ വേണ്ടിയാ. ഫറവോൻ പൊക്കോട്ടെ, ഫറവോനെ പോലെ ഇസ്രായേലിനോട് പറയാ, നിനക്ക് പോകണോ, പൊക്കോ. അവസാനം സംഭവിക്കാൻ പോകുന്നത് നീ ദൈവത്തെ മണ്ടനാക്കുകയല്ല, നീ സ്വയം മണ്ടനാകുകയാണ്, നീ സ്വയം തകരുകയാണ്. ദൈവത്തിന്റെ ദയ, ദൈവത്തിന്റെ നീതി, ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ കരുണ നിന്റെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നു എന്നറിയാതെ നീ അവന്റെ ദയ, നീ അവന്റെ കരുണയെ ചോദ്യം ചെയ്യുന്നുവെങ്കിൽ, അതിനെ ഉൾക്കൊള്ളാതെ മുന്നോട്ട് പോകുന്നെങ്കിൽ അവസാനം ഫറവോനെ പോലെ നശിക്കും. അന്ന് ദൈവം മണ്ടനാകുകയല്ല, നീ തകരുകയുള്ളൂ. ഫറവോൻ തകർന്നുപോയി. ഫറവോനെയും അവന്റെ സൈന്യത്തെയും കടലിൽ ദൈവം മുക്കിക്കളഞ്ഞു. ഫറവോനോട് ദൈവം ഒരു ആലോചന പറഞ്ഞു. എന്താ ആലോചന? കേട്ടാൽ ഒന്നാന്തര പ്രവചനം പോലെ തോന്നും നമുക്ക്. എന്താ ആലോചന? ഫറവോനോട് ദൈവം പറഞ്ഞതാ, എന്റെ ശക്തി നിന്നെ കാണിക്കേണ്ടതിനും എന്റെ മഹത്വം സർവ്വഭൂമിയിലും പരക്കേണ്ടതിനും ഞാൻ നിന്നെ നിർത്തിയിരിക്കുന്നു. ഇത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും, ഓ, എന്തൊരു അടിപൊളി പ്രവചനമാണ് തോന്നുന്നു, അല്ലെ? എന്റെ ശക്തി നിന്നെ കാണിക്കേണ്ടതിനും എന്റെ മഹത്വം സർവ്വഭൂമിയിലും പരക്കേണ്ടതിനും ഞാൻ നിന്നെ നിർത്തിയിരിക്കുന്നു. ഇന്ന് നീ കളിച്ചോ, ഇന്ന് നീ മുമ്പോട്ട് പൊക്കോ, ഇന്ന് നീ മത്സരിച്ചോ, ഇന്ന് നീ എന്റെ ജനത്തെ അടിമയാക്കി വെച്ചോ, ഇന്ന് നീ എത്രത്തോളം ധാർഷ്ട്യത്തോടെ മുന്നോട്ട് പോകാൻ പറ്റുമോ അത്രത്തോളം പൊക്കോ. അനുവദിച്ചു ദൈവം വിട്ടു. ഒടുവിൽ ദൈവം പിടിച്ചു. ഒറ്റ പിടുത്തം, അതോടുകൂടി തീർന്നു. ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ സർവാധികാരത്തെ സമൂഹം അറിഞ്ഞു, ലോകം അറിഞ്ഞു. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിന്റെ തേജസ്സിന്റെ ധനം വെളിപ്പെടുത്താൻ ഇച്ഛിച്ചിട്ട് നാശയോഗ്യമായ കോപപാത്രങ്ങളെ വളരെ ദീർഘക്ഷമയോടെ സഹിച്ചു എങ്കിലെന്ത്? 28-ാമത്തെ വാക്യം. 27 മുതൽ വായിക്കും. ഇസ്രായേലിനെ കുറിച്ച്, ഇസ്രായേൽ മക്കളുടെ എണ്ണം കടൽക്കരയിലെ മണൽ പോലെ ആയിരുന്നാലും ശേഷിപ്പത്രേ രക്ഷിക്കപ്പെടും. കർത്താവ് ഭൂമിയിൽ തന്റെ വചനം നിവർത്തിച്ച് ക്ഷണത്തിൽ തീർക്കുമെന്ന്. ഇസ്രായേൽ മക്കളുടെ എണ്ണം കടൽക്കരയിലെ മണൽ പോലെ ആയിരുന്നാലും ശേഷിപ്പത്രേ രക്ഷിക്കപ്പെടൂ. കർത്താവ് ഭൂമിയിൽ തന്റെ വചനം നിവർത്തിച്ച് ക്ഷണത്തിൽ തീർക്കും എന്ന് വിളിച്ചു പറയുന്നു. അടുത്ത വാക്യം, സൈന്യങ്ങളുടെ കർത്താവ് നമുക്ക് സന്തതിയെ ശേഷിപ്പിച്ചില്ലെങ്കിൽ നാം സോദോമിനെ പോലെ ആകുമായിരുന്നു, ഗോമോറയ്ക്ക് സദൃശമാകുമായിരുന്നു എന്ന് യെശയ്യാ മുൻകൂട്ടി പറഞ്ഞിരിക്കുന്നുവല്ലോ. നോക്കിക്കേ, ഇസ്രായേലിനോട് പറയുന്നത് ഒരു ശേഷിപ്പുണ്ടാകും. ജാതികളിൽ നിന്ന് സഭയ്ക്കകത്തേക്ക് വന്ന സഭാജനങ്ങളോടും പറയുന്നു, ഇസ്രായേലർ ധാർഷ്ട്യത്തോടു കൂടി മുന്നോട്ട് പോകുക ശരിയാണ്,
അവർ ഫറവോനെ പോലെ ധാർഷ്ട്യം പിടിച്ചു പോകുന്നു. അവസാനം ഇത് നാശത്തിൽ ചെന്ന് കലാശം പറയുന്ന ഭാഗം ആത്മീയ വെളിപ്പാട് പങ്കുവെക്കുകയാ. ഇസ്രായേൽ ഇങ്ങനെ ധാർഷ്ട്യത്തോടെ മുന്നോട്ട് പോകുക. എങ്കിലും ഒരു ശേഷിപ്പുണ്ടാകും, ഒരു ശേഷിപ്പുണ്ടാകും. യെശയ്യാ പ്രവാചകൻ അത് പറഞ്ഞിരുന്നു. ആമേൻ. ഒരു ശേഷിപ്പുണ്ടായില്ലെങ്കിൽ സോദോമിനെ പോലെ നമ്മൾ ആകിപ്പോകുമായിരുന്നു. കാലാകാലങ്ങളിൽ ദൈവം ഇസ്രായേൽ ഒരു ശേഷിപ്പുണ്ടാക്കുന്നുണ്ട്. ഇന്നും നമ്മൾ ആ ഇസ്രായേലിനെ കാണുന്നുണ്ട് അല്ലേ? ലോകത്തിലെ ഒരുപക്ഷെ അമേരിക്ക ഭയപ്പെടുന്ന ശക്തിയായിട്ട് ഇസ്രായേൽ എന്ന് പറയുന്ന ആ ശേഷിപ്പിനെ ദൈവം ഇപ്പോഴും നിലനിർത്തിയിരിക്കുന്നു. എന്തിനാ? ഈ വചനം സത്യമാ, ഈ പുസ്തകം സത്യഗ്രന്ഥമാ, ഇത് ദൈവത്തിന്റെ പ്രവചനമാ. ദൈവത്തിന്റെ അള്ളപ്പാടുകൾക്ക് ഒരു മാറ്റവുമില്ല. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും. ദൈവത്തിന്റെ വചനങ്ങൾക്ക് ഒരു മാറ്റവുമില്ല, ഒരു മാറ്റവുമില്ല. ഒരു ശേഷിപ്പ് ഉണ്ടാകും. അവരെ ഉന്മൂലനാശം ചെയ്യാൻ ഒരു ശക്തിക്ക് കഴിയുകയില്ല. പുറകിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എത്ര കാലങ്ങൾക്ക് മുമ്പ്, എത്ര നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വിളിച്ച് വേർതിരിക്കപ്പെട്ട ജനമാ. നമ്മുടെ പുറകിലേക്ക് നമ്മുടെ ചരിത്രം പറയാൻ പറഞ്ഞാൽ പുറകിലേക്ക് 4-ാം തലമുറയിൽ അപ്പച്ചന്റെ പേര് പറയാമോ? അത് പറയാമെങ്കിൽ കുറച്ചുകൂടി മുകളിലേക്ക് പറയാമോ? ഒരു 2-3 ഒക്കെ കഴിയുമ്പോൾ നമ്മുടെ ഇടപാട് തീരും. മുകളിലോട്ട് അറിയത്തില്ല പറയാൻ. ഒരു 10-15 കഴിഞ്ഞാൽ പിന്നെ ചോദ്യം, എവിടെ നിന്ന് വന്നു, എവിടേക്ക് പോയി എന്നൊന്നും അറിയാൻ പറ്റാത്ത ചരിത്രമാണ്. പക്ഷെ ഇസ്രായേലിന്റെ ചരിത്രം ഇതൊന്നും അല്ല. 200-300 വർഷങ്ങൾക്ക് മുമ്പുള്ള നമ്മുടെ ചരിത്രമോ നമ്മുടെ പിതാക്കന്മാരുടെ പേരോ നമുക്കറിയത്തില്ല. പക്ഷേ ഇസ്രായേൽ ഇങ്ങനെ കിടക്കുക നൂറ്റാണ്ടുകളായി അബ്രഹാമിന്റെ മക്കൾ എന്ന് പറഞ്ഞുകൊണ്ട് എത്ര 100 വർഷങ്ങൾക്ക് മുമ്പ് അവർ അവരുടെ ചരിത്രം പറയുന്നു. അന്നു മുതൽ ദൈവത്തിന്റെ പ്രവചനം ശിരസ ഏറ്റുവാങ്ങിയവര് ഒരു ശേഷിപ്പ് നിങ്ങൾക്കുണ്ടാകും. ആ സത്യം അതുപോലെ ഇന്നും നിലനിൽക്കുകയാണ്. ഇസ്രായേലിനോട് പറയുക, ദൈവം ശേഷിപ്പിച്ചില്ലായിരുന്നുവെങ്കിൽ ഗോമോറയെ പോലെ ആയിപ്പോയേ, സോദോമിനെ പോലെ ആയിപ്പോവായിരുന്നു. ഒറ്റ കത്തിക്കലാണ്, അതോടുകൂടി തീർന്നേനമായിരുന്നു. കരുണയുള്ളത് കൊണ്ടാ, കൃപയുള്ളത് കൊണ്ടാ ഇസ്രായേലെ നീ ശേഷിക്കുന്നത്. സഭയോട് പറയുക, അവര് ഇത്ര കുറ്റങ്ങളും കുറവുകളൊക്കെ ഉണ്ട്, പക്ഷേ എന്തിനാ അവരെ നിർത്തിയിരിക്കുന്നത്? ഒടുവിൽ അവർക്കൊരു ചാൻസ് ഉണ്ട്. യോന വിട്ടുപോയ യോനയോട് 2-ാം അധ്യായത്തിൽ പറയുന്നു, രണ്ടാമതും യോനയെ വിളിച്ചു. വിളിക്കുമ്പോൾ പോകുന്നൊരു യോന രണ്ടാമത് മത്സ്യത്തിന്റെ അടിവയറ്റിൽ കിടന്ന് ബദ്ധപ്പാട് അനുഭവിച്ചവൻ ഉറക്കെ നിലവിളിച്ച് ദൈവത്തിന്റെ സ്നേഹം മനസ്സിലാക്കി തിരിച്ചു വന്ന് ദൈവത്തിന് ദൂതറിയിച്ച യോനയെ പോലെ ഒരു മടങ്ങി വരവ് ഇസ്രായേലിന് ശേഷിക്കുന്നുണ്ട്. ഒരു ശേഷിപ്പ് ഇസ്രായേലിനുണ്ട്. അതുകൊണ്ട് ദൈവം അവരെ പൂർണ്ണമായും നിരാകരിച്ചിട്ടില്ല. അടുത്ത വാക്യം 30 മറ്റൊരു തലത്തിലേക്ക് നമ്മെ കൊണ്ടുപോവുകയാണ്. മതി. എന്താ പറയേണ്ടത് അല്ലേ? എന്താ പറയേണ്ടത്? നീതിയെ പിന്തുടരാത്ത ജാതികൾ നീതി പ്രാപിച്ചു, വിശ്വാസത്താലുള്ള നീതി തന്നെ എന്ന് പറഞ്ഞാൽ നീതി എന്താ? ന്യായപ്രമാണം എന്താ? ദൈവമാരാ? പ്രവാചകനാരാ? പുരോഹിതനാരാ? വിശ്വസ്തത എന്താ? സത്യസന്ധത എന്താ? നീതി എന്താ? ഇതിനെപ്പറ്റി ഒരു ചുക്കും അറിയാത്തവൻ ഇന്ന് നീതീകരിക്കപ്പെട്ടിരിക്കുകയാണ്. പക്ഷെ ഇതെല്ലാം അറിയുന്ന ഇസ്രായേൽ, ഇതെല്ലാം അറിയുന്നവൻ നീതി നഷ്ടപ്പെട്ട് തെക്കുവടക്കായിട്ട് നടക്കുന്നു. അവനെ സ്നേഹത്തെ അറിയാൻ വയ്യ. ന്യായപ്രമാണം കിട്ടിയവൻ, ദേവാലയമുള്ളവൻ, പ്രവാചകന്മാരുള്ളവൻ, പുരോഹിതന്മാരുള്ളവൻ, എല്ലാവിധമായ പ്രിവിലേജസും കൊടുത്ത് സത്യ ദൈവത്തെ പറ്റി അറിവ് കൊടുത്ത ജനം ദൈവത്തെ മറന്ന് യാത്ര ചെയ്യുമ്പോ ഇതൊന്നും അറിയാത്ത, ഇതൊന്നും പ്രതീക്ഷിക്കാത്ത, ഇതൊന്നും സ്വപ്നം കാണാത്ത ഞാനും നിങ്ങളും അടങ്ങുന്ന ജാതികളെ ദൈവം നീതിയിലേക്ക് നടത്തി. ഇതൊന്നും ആഗ്രഹിക്കാത്ത ജാതിയെ ദൈവം നീതിയിലേക്ക് നടത്തി. എങ്ങനെയാ? പ്രമാണത്തിലൂടെയാണോ? ദേവാലയത്തിലൂടെയാണോ? പ്രവാചകന്മാരിലൂടെയാണോ? പുരോഹിതന്മാരിലൂടെയാണോ? അല്ല, ദൈവത്തിന്റെ കൃപയാൽ, വിശ്വാസത്താൽ ദൈവത്തിന്റെ നീതി നമ്മൾ നേടി. 31-ാം വാക്യം, നീതിയുടെ പ്രമാണം പിന്തുടർന്ന ഇസ്രായേലോ ആ പ്രമാണത്തിൽ എത്തിയുമില്ല. എത്ര വലിയ പരാജയമാണ്! നീതി പിന്തുടരാത്തവർ, നീതിയെ പറ്റി ചിന്തിക്കാത്തവർ, നീതിയുടെ മഹത്വം അറിയാത്തവർ, ദൈവസ്നേഹം കണ്ടിട്ടില്ലാത്തവർ, ദേവാലയത്തെ പറ്റി അറിയാത്തവർ,
ന്യായപ്രമാണം രുചിച്ചു നോക്കാത്തവർ നീതിയിൽ ആഘോഷിക്കുകയാണ്, നീതിയിൽ സന്തോഷിക്കുകയാണ്. അവർ ക്രിസ്തുവിൽ ദൈവത്തിന്റെ മക്കളായി. ജനമല്ലാത്തവർ, പ്രിയയല്ലാത്തവർ ദൈവത്തിന്റെ മക്കൾ എന്ന പ്രിവിലേജിൽ സന്തോഷിക്കുകയാണ്. സഭ ദൈവരാജ്യത്തിന്റെ സന്തോഷം അനുഭവിക്കുകയാണ്. അവൻ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തിൽ ദൈവത്തിന്റെ നിത്യ പദ്ധതിയോട് അടുക്കുമ്പോൾ ഇതിനുവേണ്ടി കിണഞ്ഞ് പരിശ്രമിച്ച് നടന്ന ഒരു കൂട്ടം ആളുകൾ പഴയ നിയമത്തിൽ പരിശ്രമിച്ച ആളുകൾ എന്ത് ചെയ്തു? ആ പ്രമാണത്തിലോട്ട് എത്തിയില്ല. കാര്യമെന്താ? ഹാബേൽ മുതൽ വിശ്വാസത്തിന്റെ മർമ്മം ദൈവം വെളിപ്പെടുത്തിയതാണ്. അത് ചേർത്ത് പിടിക്കാൻ അവർക്ക് കഴിയാതെ പോയി. അവൻ ന്യായപ്രമാണത്തിൽ കയറി പിടിച്ചു. പ്രമാണത്തിൽ നീതി അന്വേഷിച്ച് നടന്നു. പ്രമാണം പറഞ്ഞു നടന്നു. ഒരു കാര്യം ഞാൻ പറയാം, ബഹുഭൂരിപക്ഷം പാസ്റ്റർമാർക്ക് പോലും അറിയാത്ത ആത്മിക വെളിപ്പാടാണ് ഇന്ന് പകൽ ദൈവം നമ്മോട് സംസാരിച്ചത്. പ്രമാണം 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 ന്യായപ്രമാണം എന്ന് പറഞ്ഞ് പഴയ നിയമത്തിനകത്തുകൂടെ ഊടാടി സഞ്ചരിച്ച് അബ്രഹാമും ഇസഹാക്കും യാക്കോബും അല്ലെങ്കിൽ മോശയും സകലവിധ പഴയ നിയമത്തിലെ വള്ളിക്കെട്ടുകളും പിടിച്ച് നടക്കുമ്പോൾ ഓർക്കണം, ഇതല്ല ഇതൊക്കെ നടന്ന ആളുകൾ, ഇതിന്റെ പുറകെ നടന്ന ഒരു വലിയ വിഭാഗം ആളുകൾ ആ നീതിയിൽ എത്താതിരിക്കുമ്പോൾ കൃപയാൽ, ദൈവത്തിന്റെ കരുണയാൽ, കേവലം വിശ്വാസത്താൽ ദൈവം തന്റെ മക്കളാക്കി മാറ്റിയ ദൈവത്തിന്റെ വെളിപ്പാട് ഈ പകലിൽ ദൈവം നമ്മൾ പങ്കുവെക്കുന്നത്. 32ാമത്തെ വാക്യം, അതുകൊണ്ട് അതെന്തുകൊണ്ട് യെസ് അവർ ഇടർച്ചക്കല്ലിന്മേൽ തട്ടി ഇടറി. വിശ്വാസത്താൽ അല്ല, പ്രവർത്തികളാൽ അവർ അന്വേഷിച്ചു. പ്രമാണം കൊണ്ടവർ നടക്കുമെന്ന് വിചാരിച്ചു, പരാജയപ്പെട്ടു പോയി. വിശ്വാസത്താൽ അല്ലാത്തത് കൊണ്ട് പരാജയപ്പെട്ടു. പ്രവർത്തികളിൽ അന്വേഷിച്ചത് കൊണ്ട് അവർ പരാജയപ്പെട്ടു. തട്ടി വീണത് ഇടർച്ചക്കല്ലില്. അത് ആരായി ഇടർച്ചക്കല്ല്? ഏതായി ഇടർച്ചക്കല്ല്? അവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു. ഞാൻ സിയോനിൽ ഒരു കല്ല് വെച്ചിരിക്കുന്നു. സിയോനിൽ സ്ഥാപിക്കപ്പെട്ട കല്ല്, അത് സാക്ഷാൽ ക്രിസ്തുവിനെയാ സൂചിപ്പിക്കുന്നത്. ക്രിസ്തു എന്ന കല്ലിൽ ഇവർ തട്ടി വീണു. ക്രിസ്തുവിനെ തിരസ്കരിക്കുന്നവൻ ആ കല്ലിൽ തട്ടി വീണ് മുറിവേൽക്കും. ക്രിസ്തുവിനെ സ്വീകരിക്കുന്നവൻ ആ കല്ലിൽ കയറി നിന്ന് ജയഭേരി മുഴക്കും. നമ്മൾ ക്രിസ്തു എന്ന പാറമേൽ നിൽക്കുകയാണ്. അവൻ മൂലക്കല്ലായി തീർന്ന ക്രിസ്തു അവർ തള്ളിക്കളഞ്ഞ കല്ല് അവർക്ക് ഇടർച്ചക്കല്ലായി മാറി. ഒരേ സമയം ക്രിസ്തു തന്നെ തള്ളിക്കളയുന്നവർക്ക് ഇടർച്ചക്കല്ലായി മാറുമ്പോൾ തന്നെ ചേർത്ത് പിടിക്കുന്നവർക്ക് മൂലക്കല്ലായി മാറുകയാ. പ്രിയമുള്ളവരെ, ഇന്ന് ഈ പകൽ കർത്താവ് നമുക്ക് തരുന്ന എത്ര വലിയ വെളിപ്പാടാ. ഇതാ ഞാൻ സിയോനിൽ ഇടർച്ചക്കല്ലും തടങ്കൽ പാറയും വെക്കുന്നു. അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകയില്ല എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകയില്ല എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഹല്ലേലൂയ. നമ്മുടെ തലകളെ ഒരു നിമിഷം